സിനിമ ആരംഭിക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുന്നേ കലിംഗ സാമ്രാജ്യത്തിൽ നിന്നാണ്. അന്ന് അവിടെ ഘോരമായ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ യുദ്ധമെല്ലാം മുന്നിൽ നിന്ന് നയിക്കുന്നത് അശോക ചക്രവർത്തിയാണ്. യുദ്ധമെല്ലാം കഴിഞ്ഞു, ഒരുപാട് പേര് മരണപ്പെട്ടുപോയി. ആ മൈതാനങ്ങൾ മുഴുവൻ ശവങ്ങൾ കൊണ്ട് നിറഞ്ഞു. എന്നാൽ ഇത് കഴിഞ്ഞപ്പോഴാണ് ചക്രവർത്തി ആലോചിക്കുന്നത്, ഇതെന്റെ വിജയമാണോ എന്റെ പരാജയമാണോ? ഇത്രയും വലിയ മഹാപാപം ചെയ്ത് ആ കുറ്റബോധത്തിൽ നിന്നും അദ്ദേഹത്തിന് പുറത്തേക്ക് കടക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ ഉറക്കം നഷ്ടമായി. അങ്ങനെ അവസാനം അദ്ദേഹം ഒരു തീരുമാനം എടുക്കുകയാണ്. അറിയാതെ പോലും അദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് വന്നുപോയ ആ ദൈവിക ശക്തി, അതാണ് അദ്ദേഹത്തിന് ഇത്രയും പവർ നൽകുന്നത്. ഇനി എന്റെ ഉള്ളിൽ അതുണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞ അശോക ചക്രവർത്തി 9 പുസ്തകങ്ങളിലേക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു ജ്ഞാനവും ശക്തിയും തിരിച്ചയച്ചു. പിന്നീട് ലോകത്തിലെ പ്രഗത്ഭരായിട്ടുള്ള നല്ലവരായിട്ടുള്ള പോരാളികളെ വിളിച്ച് വ്യത്യസ്ത കഴിവുകൾ അടങ്ങിയ അതിന്റെ രഹസ്യമടങ്ങിയ ആ പുസ്തകം അശോക ചക്രവർത്തി അവർക്ക് കൊടുത്തു. അതിൽ 9ാമത്തെ പുസ്തകം മാത്രം കൊടുത്തത് ഋഷി വര്യന്മാർക്കായിരുന്നു. അതായത് ഭാവിയെ തന്നെ നിയന്ത്രിക്കാൻ കെൽപ്പുള്ള, ലോകത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള, ഈ പുസ്തകം കിട്ടിക്കഴിഞ്ഞാൽ അമരത്വം വരെ നേടാൻ കഴിയും, അത്രയും വലിയ മാന്ത്രിക രഹസ്യം അതിലുണ്ടായിരുന്നു. എന്തായാലും 9ാമത്തെ ആ ഒരു പുസ്തകം നൽകപ്പെട്ടത് ഋഷിവര്യന്മാർക്കായിരുന്നു. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. ഈ 9 പുസ്തകങ്ങളും നൽകപ്പെട്ട ആൾക്കാർ അത് നല്ല രീതിയിൽ തന്നെ സംരക്ഷിച്ചു പോന്നു. അത് അവരുടെ തലമുറയ്ക്കായിട്ട് കൈമാറി. വർഷങ്ങൾ കടന്നുപോയി. എന്നാൽ അശോക ചക്രവർത്തിയുടെ ഈ 9 പുസ്തകങ്ങളെ കുറിച്ച് കേട്ടറിഞ്ഞ ഒരുപാട് സാമ്രാജ്യങ്ങൾ അത് തേടി ഇന്ത്യയിലേക്ക് വന്നു. ഗ്രീക്കുകാര്, പോർച്ചുഗീസുകാര്, മംഗോളിയൻസ്, മുഗൾ സാമ്രാജ്യം, അങ്ങനെ പലതരം ആൾക്കാരും. എന്നാൽ അവർക്ക് ആർക്കും ഈ പുസ്തകങ്ങൾ കിട്ടിയില്ല. എന്നാൽ ഇന്ന് പുതിയൊരു അന്ധകാര ശക്തി ഉറവെടുത്തിരിക്കുകയാണ്, ബ്ലാക്ക് സ്വാഡ്. അഹങ്കാരത്തിന്റെ അന്ധത നിറഞ്ഞ അവൻ ഈ 9 പുസ്തകങ്ങളെ നേടിയേ അടങ്ങുകയുള്ളൂ. ഇപ്പൊ വർഷം 2000. ഒരു വലിയ ആശ്രമം കാണിക്കുകയാണ്. അവിടെ ധ്യാനത്തിലിരിക്കുന്ന ഒരു സന്യാസി അംബിക. കഴിഞ്ഞ 48 മണിക്കൂറായിട്ട് അവർ ധ്യാനത്തിലാണ്. അവർ കണ്ണ് തുറക്കാത്തത് കൊണ്ട് തന്നെ അവിടെ തന്നെ ഉണ്ടായ മറ്റൊരു ഗുരു ബാൻഷിയുടെ അടുത്തേക്ക് ശിഷ്യന്മാർ ചെന്ന് പറയാണ്, ബാൻഷി 48 മണിക്കൂറായിട്ട് അംബിക കണ്ണ് തുറന്നിട്ടില്ലാന്ന്. അപ്പൊ തന്നെ ബാൻഷിക്ക് ഒരു കാര്യം മനസ്സിലായി, വരാനിരിക്കുന്ന എന്തോ വലിയ ദുരന്തത്തെ അവൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം അംബികയ്ക്ക് ഭാവിയെ കാണാൻ കഴിയുന്ന ശക്തി ഉണ്ടായിരുന്നു. ഇപ്പൊ ബാൻഷി നേരെ അംബികയുടെ അടുത്തേക്ക് എത്തുകയാണ്. എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോ അംബിക അവളുടെ ദിവ്യ ദൃഷ്ടിയിൽ കണ്ട ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു വലിയ തിന്മ, ആ തിന്മ 9 പുസ്തകങ്ങളെയും തേടിക്കൊണ്ട് വരാനിരിക്കുകയാണ്. അവൻ കാരണം ഒരുപാട് രക്തം ഈ ഭൂമിയിൽ വീഴും. അതുകൊണ്ട് പുസ്തകം കാക്കുന്ന കാവലാൾമാരെ എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വിളിക്കണമെന്ന് പറയാണ്. അങ്ങനെ 9 പേരും ഈ ഒരു ആശ്രമത്തിൽ ഒരുമിച്ച് കൂടുകയാണ്. വരാനിരിക്കുന്ന ആ ആപത്ത് എന്താണെന്ന് അംബിക അവരോടെല്ലാവരോടും പറയുന്നുണ്ട്. അതായത് നിങ്ങളുടെ സൈന്യബലം കൂട്ടണം, ഒരുവൻ വരുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്നും ആ ഒരു പുസ്തകം എടുക്കാനായിട്ട്. അപ്പൊ ബാക്കിയുള്ള എല്ലാവരും പറയുന്നത്, ഞങ്ങളുടെ കയ്യിലെല്ലാം ഒരു സൈന്യമുണ്ട്. പക്ഷെ അംബിക, നിന്റെ കയ്യിലാണ് ഒരു സൈന്യം ഇല്ലാത്തത്. 8 പുസ്തകങ്ങളും സുരക്ഷിതമായിരിക്കും, പക്ഷേ നീ നിന്റെ പുസ്തകത്തെ സംരക്ഷിക്കണമെന്ന് പറയാണ്. എന്നാൽ അംബിക പറഞ്ഞത്, വരാനിരിക്കുന്ന ആപത്ത് അതെന്താണെന്ന് നിങ്ങളോട് പറയലുള്ള കടമ അതെനിക്കുണ്ടായിരുന്നു, അത് ഞാൻ പറഞ്ഞു. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ബുക്കിനെ സംരക്ഷിക്കാന്ന് പറയണം. അങ്ങനെ എല്ലാവരും അവരുടേതായ വഴിക്ക് തിരിച്ചു പോവാണ്. ഈ സമയത്ത് ബാൻഷി വന്നിട്ട് പറയാണ്, അംബിക, അവർക്കെല്ലാം അഹങ്കാരം കൂടിയിരിക്കുകയാണ്, എന്താണ് നമ്മൾ ഇനി ചെയ്യുക? അപ്പൊ അംബിക പറയാണ്, വരാനിരിക്കുന്ന ആപത്തിനെ നമുക്കങ്ങനെ തടുക്കാൻ കഴിയില്ല. എന്റെ കയ്യിലുള്ള അമരഗ്രന്ഥം അതിനെനിക്ക് സംരക്ഷിച്ചേ മതിയാവുള്ളൂ. അതുകൊണ്ട് എന്തായാലും എനിക്ക് അതിനൊരു വഴി വേണം. ഞാനൊരു സ്ഥലത്തേക്ക് പോവുകയാണ്, കൈലാസത്തിലേക്ക്. ഈ സമയത്ത് ബാൻഷി ചോദിക്കുകയാണ്, ഈ അവസ്ഥയിലോ? കാരണം അംബിക ഇപ്പോൾ ഗർഭിണിയാണ്. എന്നാൽ അംബിക പറയുന്നത്, തീർച്ചയായിട്ടും എനിക്ക് കൈലാസത്തിലേക്ക് പോകണം. അവിടെ വെച്ച് 4 യുഗങ്ങൾ കണ്ട ആ മഹാസിദ്ധനെ എനിക്ക് കാണണം, അഗസ്ത്യ മുനിയെ. ശ്രീരാമന് വരെ വഴി കാണിച്ച മഹാവ്യക്തിയാണ്, എനിക്ക് അദ്ദേഹത്തെ കാണണം. ഇതിനൊരു പരിഹാരവും തേടണമെന്ന് പറയാണ്. അങ്ങനെ അംബിക ഒറ്റയ്ക്ക് കൈലാസ പർവ്വതത്തിലേക്ക് പോവാണ്. കൊടും തണുപ്പും മഞ്ഞും ഒരുപാട് യാതനകൾ സഹിച്ചുകൊണ്ടാണ് അംബിക ആ യാത്ര ചെയ്യുന്നത്. എന്നാൽ യാത്രയുടെ ഒരു ഘട്ടത്തിൽ അവൾ വീണു പോവുകയാണ്. മറ്റേതൊരു ശക്തി അവൾ അവിടെ നിന്നും കൊണ്ടുപോകുന്നുണ്ട്. അത് മറ്റാരുമല്ല, അഗസ്ത്യ മുനി തന്നെയായിരുന്നു. പിന്നീട് സ്വബോധത്തിലേക്ക് തിരിച്ചു വന്ന അംബിക എന്താണ് ഇതിനൊരു പരിഹാരം എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് വരാനിരിക്കുന്ന ആ വലിയ തിന്മ അതിനെങ്ങനെ തടുക്കുമെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അഗസ്ത്യ മുനി പറയുന്നത്, അത് നിന്നെ കൊണ്ട് ഒരിക്കലും തടുക്കാനാവില്ല. അതിന് ഒരായുധം വേണം. ശ്രീരാമന്റെ യുഗകാലത്ത് രൂപപ്പെട്ട അതിശക്തമായിട്ടുള്ള ഒരായുധം, അതിന്റെ പേരാണ് മിറായി. ഇത് കേട്ടുപാടിന് അംബിക ചോദിക്കുന്നുണ്ട്, മിറായി അതെവിടെ പോയാൽ കിട്ടും? ഞാൻ അങ്ങോട്ടേക്ക് പോകാന്ന് പറയാണ്. എന്നാൽ അംബികയ്ക്ക് അത് എടുക്കാൻ പറ്റില്ല എന്നാണ് അഗസ്ത്യ മുനി പറയുന്നത്. എന്നാൽ അവളുടെ വയറ്റിൽ കിടക്കുന്ന അവളുടെ ആൺകുഞ്ഞിന് അത് പറ്റും. എന്നാൽ അതിനുവേണ്ടി അംബിക വലിയൊരു ത്യാഗം ചെയ്യണം. അവൾ പ്രസവിച്ച ഉടനെ തന്നെ ആ കുഞ്ഞിനെ അവൾ ഉപേക്ഷിക്കണം. പിന്നീട് പല യാതനകൾ സഹിച്ചുകൊണ്ട് തന്നെ ആ കുട്ടി വളരും. വളർന്ന് അവന്റെ ജന്മലക്ഷ്യം എന്താണെന്ന് അവൻ അവസാനം മനസ്സിലാക്കും. ഇത് പറഞ്ഞ് അംബികയുടെ വയറിൽ തൊട്ട് അനുഗ്രഹിച്ച് അവളോട് പൊക്കോളാൻ വേണ്ടി അഗസ്ത്യ മുനി പറയാണ്. അങ്ങനെ അംബിക അവളുടെ ആ ഒരു ക്ഷേത്രത്തിലേക്ക്, അതായത് അംബിക ആശ്രമത്തിലേക്ക് തിരിച്ചു പോവാണ്. കുറച്ചു മാസങ്ങൾക്ക് ശേഷം അവൾ ഒരു കുഞ്ഞിന് ജന്മം നൽകി. എന്നാൽ അഗസ്ത്യ മുനി പറഞ്ഞതുപോലെ തന്നെ ആ മഹാത്യാഗം അംബിക ചെയ്യാണ്. ആ കുഞ്ഞിനെ ഗംഗാനദിയുടെ തീരത്ത് ഉപേക്ഷിക്കുകയാണ്. അതായത് അഘോരികളുടെ അരികിലായിട്ട്. തന്റെ കുഞ്ഞിനെ പിരിയുന്ന സമയത്ത് അംബിക ഒരുപാട് വിഷമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ഈ കുഞ്ഞൊറ്റയ്ക്ക് വളരണം. എല്ലാ യാതനകൾ സഹിച്ചുകൊണ്ടും അവൻ വളരും. അങ്ങനെ 24 വർഷങ്ങൾ കഴിഞ്ഞു. ഇതേ അംബിക ആശ്രമം 24 വർഷങ്ങൾക്ക് ശേഷം കാണിക്കുകയാണ്. ബാൻഷി ഗുരു അദ്ദേഹത്തിന്റെ വിശ്വസ്തയായിട്ടുള്ള ശിഷ്യ
ബാൻഷിയെ വിളിക്കുന്നുണ്ട്. അവളൊരു പെണ്ണാണ്, പേര് വിഭ. 24 വർഷങ്ങൾക്ക് മുന്നേ അംബിക പ്രവചിച്ചതുപോലെ തന്നെ ആ വലിയ മഹാദുരന്തം വന്നിരിക്കുകയാണ്. വിഭയോട് ആ ഒരു കാര്യങ്ങൾ ബാൻഷി പറയുന്നുണ്ട്. 9 ഗ്രന്ഥങ്ങളിൽ അവൻ 6 എണ്ണം കൈക്കലാക്കി കഴിഞ്ഞു. അവന്റെ അവസാനത്തെ ലക്ഷ്യം നമ്മൾ സംരക്ഷിച്ചു പോരുന്ന അമര ഗ്രന്ഥമാണ്. ആ 9 ഗ്രന്ഥവും ഒരുമിച്ച് കിട്ടിയാൽ മാത്രമേ അതിനുള്ളിലെ ആ അമരത്വം അവന് സ്വായക്തമാക്കാൻ കഴിയുകയുള്ളൂ. ഇതിനുള്ള പരിഹാരവും അംബിക 24 വർഷങ്ങൾക്ക് മുന്നേ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അതായത് അംബികയുടെ ആ ഒരു കുഞ്ഞ് അവൻ ഇന്ത്യയുടെ ഏതോ ഒരു ഭാഗത്താണ്. എന്തായാലും ഇനി വരുന്ന 3 ആഴ്ചക്കുള്ളിൽ അവനെ നീ തേടി കണ്ടുപിടിക്കണം എന്ന് പറയാണ്. ആ ദൗത്യം വിഭ ഏറ്റെടുക്കുകയാണ്. മാത്രമല്ല വിഭ ചോദിക്കുന്നുണ്ട്, ആരാണ് ആ ഒരു തിന്മ? 6 പുസ്തകം കൈക്കലാക്കിയില്ലേ, അവൻ ആരാണ്? ചെറിയൊരു ഭയത്തോട് കൂടിയിട്ട് ബാൻഷി ആ പേര് പറയുന്നുണ്ട്. മഹാവീർ ലാമ. രക്തം കണ്ട് അറപ്പ് മാറിയവൻ, മനുഷ്യത്വം എന്താണെന്ന് പോലും അറിയാത്തവൻ, മഹാവീർ ലാമ. പിന്നീട് ബാൻഷി പറഞ്ഞതുപോലെ തന്നെ അംബികയുടെ മകനെ തേടിക്കൊണ്ട് വിഭ യാത്രയാവാണ്. അവൾ ആദ്യം ചെല്ലുന്നത് ഗംഗാനദിയുടെ തീരത്തേക്കാണ്. സംസാരിക്കുന്ന ആൾക്കാരുടെ മൈൻഡും അതുപോലെ തന്നെ അവരുടെ തലച്ചോറിനുള്ളിൽ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് വിഭയ്ക്കുണ്ട്. അതുപയോഗിച്ച് പല രഹസ്യങ്ങളും വിഭ അറിയാണ്. മാത്രമല്ല അവസാനം ഒരു അഘോരിയുടെ അടുത്തേക്ക് അവൾ എത്തുന്നുണ്ട്. ആ അഘോരിയുടെ മനസ്സ് വായിക്കാൻ നിൽക്കുമ്പോൾ അഘോരി പറയുന്നുണ്ട്, നീ അതിനുവേണ്ടി ശ്രമിക്കേണ്ട, കാര്യങ്ങൾ ഞാൻ തന്നെ പറഞ്ഞു തരാം. അതായത് ഈ അഘോരിയാണ് അംബികയുടെ മകൻ വേദയെ വളർത്തിയത്. ചെറുപ്പത്തിലെ നല്ല സാമർത്ഥ്യമുള്ള കുട്ടിയായിരുന്നു. അതുപോലെ ചില പ്രത്യേകതകളും അവനുണ്ടായിരുന്നു. ആകാശത്തിലൂടെ പോകുന്ന വാൽ നക്ഷത്രങ്ങൾ അത് അവനെന്തോ വഴികാട്ടിയായിട്ടാണ് അവന് തോന്നിയത്. സോ ആ നക്ഷത്രങ്ങൾ ഏത് ദിക്കിലേക്കാണോ പോകുന്നത് അവൻ ആ ദിക്കിലേക്ക് പോകുമായിരുന്നു. അങ്ങനെ പിന്നീട് അവൻ പോയ എല്ലാ സ്ഥലത്തേക്കും വിഭ എത്തുന്നുണ്ട് കേട്ടോ. ഒരു സ്ഥലത്തും അധികം നാൾ അവൻ നിന്നിട്ടില്ല. അങ്ങനെ അവസാനം വിഭ ഇപ്പൊ എത്തിയത് ഹൈദരാബാദിലാണ്. അവിടെ തന്നെ ഉണ്ടായിരുന്ന പഴയ സ്ക്രാപ്പും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ഒരു പഴയ കട. ഇപ്പൊ ആ കടയിൽ 2 പയ്യന്മാരുണ്ട്, ദാസും അതുപോലെ തന്നെ വെങ്കിയും. വേദയുടെ കൂട്ടുകാരാണ്. എന്തായാലും 3 പേർ അത്യാവശ്യം നല്ല ഉഡായിപ്പ് ചെയ്ത് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഏതോ ലോക്കൽ ഗുണ്ട വേദയെ കെട്ടിയിട്ടിരിക്കുകയാണ്. അവന്റെ എന്തോ ഒരു സാധനത്തിൽ ഒരു മായം വേദ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അത് ചോദിക്കാൻ വേണ്ടിയാണ് അവൻ അങ്ങോട്ടേക്ക് വന്നത്. എന്തായാലും അവസാനം കെട്ടഴിച്ച് വേദ വരികയാണ്. പിന്നീട് പറയണ്ടല്ലോ, നായകനല്ലേ, പൂരം ഫൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ. അപ്പൊ ഈ ഫൈറ്റെല്ലാം കണ്ട് അങ്ങോട്ടേക്ക് പോലീസുകാർ എത്തുന്നുണ്ട്. ഈ പോലീസുകാരുടെ ഹെഡ് എന്ന് വെച്ചാൽ CI അശോകാണ്. പേടിത്തൊണ്ടെന്ന് വെച്ചാൽ ഈ നാട്ടിലെ ഏറ്റവും വലിയ പേടിത്തൊണ്ടരാണ് അശോക്. പോലീസായിട്ടുള്ള ഈ അശോകിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താന്ന് വെച്ചാൽ ചെറിയ ചെറിയ പെറ്റി കേസുകൾ, ഇങ്ങനെയുള്ള കേസുകൾ മാത്രമായിട്ട് ലൈഫ് മുഴുവൻ അങ്ങോട്ട് പോവുക. ഈ മർഡർ കേസ് അങ്ങനെയുള്ള എന്തെങ്കിലും കേസിൽ പോയി പെടാതെ നൈസായിട്ട് ലൈഫ് അങ്ങനെ മുന്നോട്ടേക്ക് പോകണം. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അടിപിടി കേസുകൾ വന്നാൽ അശോക് നേരെ അങ്ങോട്ട് കയറി ചെന്ന് കൊടുക്കാറില്ല, അസിസ്റ്റൻസിനെ അയക്കാറാണ്. എന്തായാലും അങ്ങോട്ടേക്ക് പോയ പോലീസുകാർ വേദയും കൂട്ടുകാരെയും അതുപോലെ തന്നെ അവന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ലോക്കൽ ഗുണ്ടകളെയും അറസ്റ്റ് ചെയ്യാണ്. ഈ സമയത്താണ് വിഭ വേദയെ തേടി ഇങ്ങോട്ടേക്ക് എത്തുന്നത്. അവള് കാണുന്നത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന വേദയാണ്. പിന്നീട് നേരെ വിഭ സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ്. അതായത് വേദ അറസ്റ്റ് ചെയ്തതിൽ തെളിവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പോലീസുകാരന്റെ മനസ്സ് വായിക്കാൻ കഴിഞ്ഞ വിഭ ആ കാര്യങ്ങൾ വ്യക്തമായിട്ട് അയാളോട് പറഞ്ഞിട്ട് പറയാണ്, ഇവരിപ്പോ ഈ ജയിലിലിടാനുള്ള തെളിവോ കാര്യങ്ങളോ ഒന്നും നിങ്ങളുടെ കയ്യിലില്ലല്ലോ, അതുകൊണ്ട് അവനെ വിട്ടയച്ചേക്കെന്ന് പറയാണ്. ഓരോ പോയിന്റ് ആയിട്ട് വിഭ ഇങ്ങനെ പറയുന്നുണ്ട്. സോ ആ കാര്യം കേട്ട് CI അശോകും കൂടെ ഉണ്ടായിരുന്ന കോൺസ്റ്റബിൾ ഞെട്ടിത്തെറിച്ചങ്ങനെ നിൽക്കുകയാണ്. അതായത് ഇവർക്ക് മാത്രം അറിയുന്ന ഈ കാര്യങ്ങൾ എങ്ങനെ ഈ പെണ്ണിനെ അറിയുന്നു? എന്തായാലും അവസാനം വേദയും കൂട്ടുകാരെയും പിന്നെ ആ ഒരു ഗുണ്ടകളെയും ഇവർ തുറന്നു വിടുകയാണ്. എന്നാൽ ഈ പോലീസുകാർക്ക് ഇപ്പോൾ ഒരു സംശയം, ഇവരുടെയൊക്കെ ലീഡർ ഈ പെണ്ണാണോ? അതുകൊണ്ട് സ്റ്റേഷൻ വിട്ട് വേദയും പിള്ളേരും പോകുന്ന സമയത്ത് അവരുടെ പിന്നാലെ തന്നെ CI അശോകും ടീമും കൂടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വേദയുടെ ആ ഷോപ്പിലേക്ക് അവനെ ഫോളോ ചെയ്തുകൊണ്ട് വിഭ ഇപ്പൊ വരികയാണ്. വിഭയോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഞങ്ങളെ പുറത്തിറങ്ങിയത്? നീ ഞങ്ങളുടെ വക്കീലാണോ? ഏയ്, ഞാൻ നിങ്ങളുടെ വക്കീലൊന്നും അല്ലാന്ന് വിഭ പറയാണ്. അതുപോലെ തന്നെ വിഭ വേദയോട് ഒരു കാര്യം പറയുന്നുണ്ട്, വേദ നീ ഒരു സാധാരണക്കാരനല്ല, തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്, ദൈവിക ശക്തി നിന്റെ ഉള്ളിലുണ്ടെന്ന് പറയണം. ഇത് കേട്ട വേദയും കൂട്ടുകാരും പൂരം ചിരി. ദൈവിക ശക്തി എന്റെ ഉള്ളിലുണ്ടെന്നോ? ഞങ്ങളെല്ലാവരും അനാഥരാണ്, പക്ഷേ കള്ളന്മാരുമാണ്. എന്തായാലും സന്യാസിയുടെ വേഷമാണെങ്കിലും നീ ആളെന്തോ ഉഡായിപ്പാണെന്ന് വേദ ഈ വിഭയോട് ചോദിക്കുകയാണ്. ഇപ്പൊ വിഭ പറയാണ്, കുറച്ച് ദിവസം കൂടെ ഞാൻ നിനക്ക് സമയം തരാം, എല്ലാം നിനക്ക് മനസ്സിലാവുമെന്ന് പറയാണ്. അങ്ങനെ അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു ഹോട്ടല് തൽക്കാല വിഭ താമസിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു സന്ദേശം വേഗം തന്നെ ബാൻഷി അറിയിക്കുന്നുണ്ട്. അതായത് അംബികയുടെ മകനായിട്ടുള്ള വേദയെ അവൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ശരിക്കും ബാൻഷിക്ക് അതൊരു സന്തോഷ വാർത്തയായിരുന്നു. എന്നാൽ മറുഭാഗത്ത് മഹാവീർ ലാമ അവന്റെ പടയോട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആരെക്കൊണ്ടും അവനെ തോൽപ്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മാന്ത്രിക വാള് അവൻ ഉണ്ടാക്കി കഴിഞ്ഞായിരുന്നു. അതിനവനെ സഹായിച്ചത് അവൻ കൈക്കലാക്കിയ ആ 6 മാന്ത്രിക പുസ്തകങ്ങളാണ്. ഇതിനുശേഷം ജപ്പാനിലെ ഒരു ഗുരുകുലം കാണിക്കുകയാണ്. അവിടെ തന്നെ ആയോധന കല അഭ്യസിപ്പിക്കുന്ന ഒരു ഗുരു. അദ്ദേഹത്തിനടുത്തേക്ക് ഒരു ഇന്ത്യൻ പ്രൊഫസർ വരുന്നുണ്ട്. ഇയാളുടെ കയ്യിലാണ് ആ 9 പുസ്തകങ്ങളിൽ ഒരു പുസ്തകമുള്ളത്. അപ്പൊ ഈ ഒരു പ്രൊഫസർ വന്നിട്ട് പറയാണ്, ഒരു ഗവേഷണത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ആ ഒരു പുസ്തകം വേണം, നല്ല രീതിയിൽ നീ അത് ഞങ്ങൾക്ക് തരികയാണെങ്കിൽ നിങ്ങൾക്കൊന്നും പറ്റില്ല എന്ന് പറയാണ്. എന്നാൽ ജാപ്പനീസ് ഗുരുവിന് കാര്യം മനസ്സിലായി. അതായത് ആ പുസ്തകം തട്ടിയെടുക്കാൻ വന്ന തിന്മയുടെ ആളാണ് ഈ പ്രൊഫസർ, തരാൻ പറ്റില്ല എന്ന് തന്നെ ജാപ്പനീസ് ഗുരു പറയാണ്. എന്നാൽ അടുത്ത നിമിഷം തന്നെ അങ്ങോട്ടേക്ക് അവൻ വരികയാണ്, മഹാവീർ ലാമ. പിന്നീട് അവിടെ നടന്നത് ചോരക്കളിയായിരുന്നു. പ്രഗത്ഭരായിട്ടുള്ള അവിടെ ഉണ്ടായിരുന്ന എല്ലാ യോദ്ധാക്കളെയും അവൻ കൊന്ന് കൊല വിളിക്കുകയാണ്. അവസാനം അവരുടെ ഗുരുവിനെ തന്നെ കൊല്ലുന്നുണ്ട്. എന്നിട്ട് അവർ അവിടെ ഒളിപ്പിച്ചു വെച്ച അവരുടെ ആ ഒരു മാന്ത്രിക പുസ്തകം കൈക്കലാക്കുകയാണ്. അതിന് കാവലായി ഒരു കരിമൂർഖനുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ അതൊന്നും ഈ മഹാവീർ ലാമയ്ക്ക് ഒരു പ്രശ്നമല്ല. ബാക്കിയുള്ള 6 പുസ്തകങ്ങൾ
ദൈവങ്ങൾ അവൻ ഒരുപാട് മാന്ത്രിക ശക്തികൾ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അവന്റെ കൈ ആ ഒരു പാമ്പിന് നേരെ നീട്ടിയതേ ഉള്ളൂ, പൂർണ്ണമായിട്ടും അത് കരിഞ്ഞുണങ്ങി പോവുകയാണ്. അങ്ങനെ 7ാമത്തെ പുസ്തകവും മഹാവീർ ലാമ അവന്റെ കൈക്കലാക്കിയിട്ടുണ്ട്. ഇതിനുശേഷം ഹൈദരാബാദിൽ കാണിക്കുകയാണ്. അതായത് വേദയെ കാണാനായിട്ട് പല തവണ വിഭ അവന്റെ അടുത്തേക്ക് എത്തുന്നുണ്ട് കേട്ടോ. അതായത് അവനോട് കാര്യങ്ങൾ പറയുന്നുണ്ട്, നീ ഒരു സാധാരണ മനുഷ്യനല്ല എന്നൊക്കെ. അതുപോലെ ഈ വേദ ഒരു നോർമൽ ആയിട്ടുള്ള ആളല്ലല്ലോ, ഉഡായിപ്പ് കാണിക്കുന്ന ആളല്ലേ. പല തവണ പല റൗഡികളും അവനെ പിടിക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വേദയെ ഇപ്പൊ വിഭ രക്ഷിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഇവരുടെ ഒരു പോക്ക് ഇങ്ങനെ പോയ സമയത്ത് വേദയ്ക്ക് എന്തോ ഒരു അട്രാക്ഷൻ അവളോട് തോന്നുകയാണ്. മാത്രമല്ല ഒരു ദിവസം രണ്ടും കൽപ്പിച്ച് ഇപ്പോ ഈ വേദയും അതുപോലെ തന്നെ കൂട്ടുകാരനായിട്ടുള്ള ദാസും കൂടെ നേരെ വിഭ താമസിക്കുന്ന ആ ഒരു ഹോട്ടൽ റൂമിലേക്ക് ചെല്ലുകയാണ്. എന്നാൽ അവിടെ എത്തിയ സമയത്ത് അവൾ എന്തോ ധ്യാനത്തിലാണ്. തന്റെ ഇഷ്ടം പറയാനായിട്ട് വിഭ അങ്ങോട്ടേക്ക് വന്ന സമയത്ത് വിഭ ഇപ്പൊ വേദയോട് പറയുന്നത്, നീ എത്രയും പെട്ടെന്ന് തന്നെ തയ്യാറാവണം, കാരണം അവൻ മഹാവീർ ലാമ 7ാമത്തെ ഗ്രന്ഥവും കൈക്കലാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ പെണ്ണ് എന്താ ഈ പറയുന്നത്? ഇവൾക്ക് ഭ്രാന്താണോ? കാണാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷെ തലയിൽ മുഴുവനായിട്ടും എന്തൊക്കെയോ കാര്യങ്ങൾ ഇട്ട് നടക്കുകയാണ്. ഇവൾ എങ്ങനെ ഇപ്പൊ ഒന്ന് ശരിയാക്കുക? അതായത് വിഭ പറയുന്ന കാര്യങ്ങളൊന്നും വേദ കേൾക്കുന്നേ ഇല്ല. അവന്റെ പിന്നാലെ തന്നെ ചെന്ന് വേദയോട് വിഭ വീണ്ടും വീണ്ടും കാര്യങ്ങൾ പറയാണ്. അതായത് നിന്റെ അമ്മ ഒരു സാധാരണക്കാരിയായിരുന്നില്ല, ഒരുപാട് ആൾക്കാർ ദൈവതുല്യം കാണുന്ന ഒരു മഹായോഗിയാണ് അംബിക. എന്നാൽ വേദ പറയാണ്, എനിക്ക് അമ്മയില്ല, ഞാൻ വളർന്നത് ഒരു അനാഥനായിട്ടാണ്, അഘോരികൾക്കിടയിൽ. എനിക്ക് ഇഷ്ടമുള്ളവരെ ഞാൻ ജീവിക്കും, ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോകും, എനിക്ക് അങ്ങനെ ദൈവികമായിട്ട് യാതൊരു ശക്തിയുമില്ല, കഴിവുമില്ല, നീ പൊയ്ക്കെന്ന് പറഞ്ഞിട്ട് വിഭയെ അവൻ ഒഴിവാക്കുകയാണ്. ഇതേ നേരം തന്നെ മഹാവീറിനെയും അവന്റെ ആ ഒരു പ്രൊഫസറെയും കാണിക്കുകയാണ്. അതായത് അശോക ചക്രവർത്തിയുടെ 8 പുസ്തകങ്ങളെയും അവന് കാണാൻ കഴിഞ്ഞു. അതിൽ 7 അവൻ കൈക്കലാക്കി. എന്നാൽ 9ാമത്തെ ആ ഒരു പുസ്തകം അതെവിടെയാണെന്ന് പോലും അവന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇതേ നേരം തന്നെ അംബിക അവനെ പണ്ട് ശപിച്ചായിരുന്നു, സ്വപ്നത്തിൽ പോലും ആ ഒരു പുസ്തകം നിനക്ക് കാണാൻ കഴിയില്ല എന്ന്. ഇപ്പൊ ആ ഒരു പ്രൊഫസർ പറയാണ്, എങ്ങനെ 9ാമത്തെ പുസ്തകം നമ്മൾ കൈക്കലാക്കും? ഇതേ നേരം തന്നെ മഹാവീർ പറയുന്നുണ്ട്, എന്റെ റൈറ്റ് ഹാൻഡ്. അവൾ ആ ഒരു പുസ്തകം തേടി കഴിഞ്ഞ 10 വർഷമായിട്ട് നടക്കുന്നുണ്ട്. അധികം വൈകാതെ അവൾ അത് കണ്ടുപിടിക്കും. ഇതിനുശേഷം കാണിക്കുന്നത് ടിബറ്റിലാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് അവിടെ സന്യസിക്കാൻ വന്ന ഒരു പെൺകുട്ടിയുണ്ട്, യൂക്ക. 10 വർഷത്തിന് സന്യാസത്തിന് ശേഷം അവളുടെ ഗുരു അവൾക്കുള്ള സമ്മതം കൊടുക്കുകയാണ്. അതായത് അംബിക ആശ്രമത്തിലേക്ക് ഇനി നിനക്ക് നേരിട്ട് പോകാം, അവളെ നേരിട്ട് കാണാം. ഇപ്പൊ യൂക്ക പറയാണ്, എനിക്ക് സന്തോഷമായി, ഇതിനു വേണ്ടി തന്നെയാണ് ഞാൻ കാത്തിരുന്നത്. എന്തായാലും അംബിക ആശ്രമത്തിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നീ ചില രഹസ്യങ്ങൾ അറിയണമെന്ന് പറഞ്ഞിട്ട് യൂക്കയുടെ ചെവിയിൽ ഗുരു എന്തോ ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ ഗുരുവിന്റെ വയറ്റിലേക്ക് പിച്ചാത്തി കയറ്റിയാണ് ഈ യൂക്ക. കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെ സന്യസിക്കുന്നത് ഈ രഹസ്യം അറിയാനായിരുന്നു. ഈ യൂക്ക മറ്റാരുമല്ല, മഹാവീർ ലാമയുടെ റൈറ്റ് ഹാൻഡ് ആണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് അവന്റെ റൈറ്റ് ഹാൻഡ് ആ പുസ്തകത്തിന് വേണ്ടി തേടി നടന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞില്ലേ, അത് മറ്റാരുമല്ല, ഈ യൂക്ക തന്നെയാണ്. ഇവിടെ സീൻ കട്ടെ അടുത്ത സീനിൽ വീണ്ടും വേദയെ കാണിക്കുകയാണ്. അതായത് വേദയുടെ മനസ്സിൽ ഇപ്പൊ മുഴുവൻ വിഭയാണ്. അവളുടെ ആ ഒരു സൗന്ദര്യത്തിൽ അവൻ മയങ്ങി വീണ് പോയിട്ടുണ്ട് കേട്ടോ. ഇതേ നേരം തന്നെ വിഭ അങ്ങോട്ടേക്ക് എത്തുകയാണ്. എന്നാൽ അവൻ വിചാരിക്കുന്നത് പോലെ റൊമാൻറ്റിക് ആയിട്ടല്ല അവൾ സംസാരിക്കുന്നത്, ഒരു സന്യാസിയുടെ രീതിയിൽ, ദൈവികമായ രീതിയിലാണ്. അതായത് അവൻ അങ്ങനെയുള്ള ഒരാളാണെന്നൊക്കെ പറഞ്ഞിട്ടാണ്. എന്നാൽ വേദ ഇത് കേട്ട് സഹിക്കാൻ പറ്റാതെ പറയാണ്, വിഭ നീ എന്തീ പറയുന്നത്? ഞാനൊരു കള്ളനാണ്, ദാ ആ കണ്ട കാർ, ദാ ഈ കാണുന്ന ബസ്, ഇതെല്ലാം ഞാൻ അടിച്ചു മാറ്റിക്കൊണ്ടതാണ്, ഞാൻ ഒരു പക്ക കള്ളനാണ്. ഇപ്പൊ വിഭ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് അവനോട് പറയാണ്, നീ ചെയ്യുന്നതിലെല്ലാം ഒരു നന്മയുണ്ടാവും, കാരണം നീ കട്ടെടുത്ത് കൊണ്ടുവന്ന ഈ കാർ ഓൾറെഡി അത് ഒരുപാട് ഡാമേജ് ആയി കിടക്കുകയായിരുന്നു. നീ അത് കൊണ്ടുവന്നിട്ടില്ലായിരുന്നെങ്കിൽ ആ കാറിൽ പിറ്റേ ദിവസം യാത്ര ചെയ്യുന്ന 4 പേരും മരിക്കേണ്ടതായിരുന്നു. അതുപോലെ നീ കട്ടെടുത്ത് കൊണ്ടുവന്ന ഈ ബസ് നീ കട്ടെടുത്തില്ലായിരുന്നെങ്കിൽ അധികം വൈകാതെ ഇതൊരു സ്കൂൾ ബസ്സായി മാറുമായിരുന്നു. എന്നാൽ ഇപ്പോഴും ഇതിലൊന്നും വിശ്വാസം വരാത്ത വേദ പറയാണ്, നീ ഇങ്ങോട്ടേക്ക് വാ, ഞാൻ നിന്നെ ലൈവായിട്ടൊരു കാര്യം കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് വിഭ നോക്കി നിൽക്കെ ഒരു കാറ് ഇവര് 3 പേരും കൂടെ മോഷ്ടിക്കുകയാണ്. പിന്നീട് ഒരു മലയുടെ മുകളിലേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് വേദ പറയുന്നുണ്ട്, കണ്ടോ ഞാൻ ഇപ്പൊ പക്ക ഒരു കള്ളനാണ്. ഇതേ നേരം കാറിന്റെ ഡിക്കിയിൽ നിന്ന് ഒരു കരച്ചിൽ കേൾക്കുകയാണ്. ഇവര് വേഗം ചെന്ന് ഡിക്കി തുറന്നു നോക്കുമ്പോൾ അതിനുള്ളിൽ 2 പെൺകുട്ടികളായിരുന്നു. അതായത് വേദ ചെയ്ത ഈ കാര്യം ഒരു നല്ലതിലേക്ക് തന്നെയാണ് വരുന്നത്. അവൻ ചെയ്യുന്ന ഓരോ കാര്യം അത് ദൈവീകം തന്നെയാണ്. സോ ഇപ്പം കുറച്ചൊക്കെ വേദക്ക് വിശ്വാസമാവുന്നുണ്ട്. ഇപ്പൊ വിഭ ഒരു പ്രത്യേക രീതിയിൽ അവനോട് യോഗ ചെയ്യാൻ പറയുന്നുണ്ട്. ആ യോഗ അവൻ ചെയ്യുന്ന സമയത്ത് അവന്റെ അമ്മ അംബികയെ അവന്റെ മൈൻഡിൽ കാണാൻ കഴിഞ്ഞു. അംബികയുടെ സംസാരം കേൾക്കാൻ കഴിഞ്ഞു. അവന്റെ ജീവിത ലക്ഷ്യം എന്താണെന്നും അവനോട് ഇപ്പൊ പറയാണ് കേട്ടോ. ഇത് കേട്ട് അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കി വേദ തന്നെ അവിടുന്ന് കരഞ്ഞു പോകുന്നുണ്ട്. ഇവിടെ സീൻ കട്ട അടുത്ത സീനിൽ കാണിക്കുന്നത് മൊറോക്കോയിലാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ട്രീറ്റിലേക്ക് മഹാവീർ ലാമ അതുപോലെ തന്നെ അവന്റെ പ്രൊഫസറും വന്നിരിക്കുകയാണ്. അതായത് ഇവിടെ കച്ചവടം ചെയ്യുന്ന ഒരു തെരുവ് കച്ചവടക്കാരന്റെ കയ്യിലാണ് 8ാമത്തെ ആ ഒരു പുസ്തകം ഉള്ളത്. ശബ്ദത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു മഹാജ്ഞാനമാണ് ആ പുസ്തകത്തിലുള്ളത്. ഇതെങ്ങനെയാണ് ഇവർ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ, മൊറോക്കോയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ പെട്ടെന്നൊരു മല അപ്രത്യക്ഷമായി. യാതൊരു എക്സ്പ്ലോസീവ് മെറ്റീരിയലും അതിനുവേണ്ടി ഉപയോഗിച്ചിട്ടില്ല. അതിലൂടെ ഇവർക്ക് മനസ്സിലായി ശബ്ദത്തിന്റെ എനർജി ഉപയോഗിച്ചാണ് ആ മല അവിടുന്ന് കാണാതായത്. അങ്ങനെയാണ് 8ാമത്തെ പുസ്തകം തേടി ഇവർ ഇങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. എന്നാൽ ഇവനെ പോലെയുള്ള തിന്മയുടെ ശക്തികൾ വരുമെന്ന് ആ ഒരു മൊറോക്കോക്കാരനെ അറിയായിരുന്നു. അതുകൊണ്ട് അവനും അവന്റെ ടീമും കൂടെ തയ്യാറായിരുന്നിരുന്നു. ശബ്ദത്തിന്റെ എനർജിയെ ഉപയോഗിക്കാൻ കഴിയുന്ന വിവിധ തരം ആയുധങ്ങൾ അവരുടെ കയ്യിലുണ്ടായിരുന്നു. അത് വെച്ച് ഇവർ മഹാവീറിനെ എതിർക്കുകയാണ്. പക്ഷേ അവന്റെ കയ്യിൽ ബാക്കിയുള്ള 7 പുസ്തകങ്ങളുടെ ശക്തിയുണ്ട്. ആ ശക്തി ഉപയോഗിച്ച് ഇവരെയും തോൽപ്പിക്കുകയാണ്. അങ്ങനെ ശബ്ദത്തിന്റെ സിദ്ധിയെ കൂടെ ഇപ്പൊ മഹാവീർ കൈക്കലാക്കി കഴിഞ്ഞു. അതായത് അവന്റെ കയ്യിൽ ഇപ്പോ 8
2 പുസ്തകങ്ങളും കിട്ടി. ഇനി ഒരെണ്ണം കൂടെ കിട്ടിയാൽ മതി, അമരഗ്രന്ഥം. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ കാണിക്കുന്നത് അംബിക ആശ്രമത്തിലാണ്. അങ്ങോട്ടേക്ക് ബാൻഷിയെ കാണാനായിട്ട് പുതിയൊരു അതിഥി വന്നിട്ടുണ്ട്. മറ്റാരുമല്ല, യൂക തന്നെ. ഇത്രയും കാലം ഈ ഒരു ആശ്രമം എവിടെയാണെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. 10 വർഷത്തെ സന്യാസത്തിന് ശേഷം ഈ രഹസ്യം കണ്ടുപിടിച്ച് അവൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. മാത്രമല്ല ഇപ്പൊ ബാൻഷി ഗുരു അവളെ കണ്ടിട്ട് പറയാണ്, എനിക്ക് മനസ്സിലായി എന്റെ മരണം അടുത്ത് എന്ന്. പക്ഷെ എനിക്കൊരു കുഴപ്പമില്ല, കാരണം എന്റെ ജന്മലക്ഷ്യം അത് ഞാൻ നിറവേറ്റി കഴിഞ്ഞു. എന്താണ് ബാൻഷിയുടെ ആ ഒരു ജന്മലക്ഷ്യം? അംബികയുടെ മകനായിട്ടുള്ള വേദയെ കണ്ടുപിടിക്കുക. ആ ഒരു പരിപാടി വിഭയെ ഏൽപ്പിച്ചല്ലോ. വിഭ അത് ചെയ്തും കഴിഞ്ഞു. എന്തായാലും ബാൻഷിയുടെ വായിൽ നിന്നും ഇനി മറ്റൊരു രഹസ്യം യൂക്കയ്ക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ യൂക്ക അദ്ദേഹത്തെയും കൊന്നുകളഞ്ഞു. ആ ആശ്രമം പൂർണ്ണമായിട്ടും കത്തിച്ചു കളയാണ്. പിന്നീട് ആ ഒരു സന്ദേശം നമ്മുടെ വിഭയ്ക്ക് കിട്ടുന്നുണ്ട്. അവളുടെ അരികിലേക്ക് രക്തം പതിഞ്ഞ ദൂതുമായിട്ട് ആ പ്രാവ് വരികയാണ്. ഇതേ സമയത്താണ് വേദയുടെ കൂട്ടുകാരനായിട്ടുള്ള വെങ്കി അങ്ങോട്ടേക്ക് വരുന്നത്. അതായത് വിഭ ഇവിടുന്ന് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട്. അവൾ ഇവിടെ വന്നേ പിന്നെ വേദയുടെ ശ്രദ്ധ മുഴുവൻ മാറിയിട്ടുണ്ട്. ഇവരുടെ പണിയൊന്നും മര്യാദക്ക് ചെയ്യുന്നില്ല. അപ്പൊ ഭീഷണിപ്പെടുത്തി അവൾ അവിടുന്ന് പറഞ്ഞയക്കാനാണ് വെങ്കി ഇങ്ങോട്ടേക്ക് വന്നത്. എന്നാൽ വെങ്കി വന്ന് നോക്കുമ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന വിഭയാണ് കാണുന്നത്. അപ്പൊ തന്നെ വെങ്കിയുടെ മനസ്സ് മാറിയിട്ട് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ വിഭ പറയാണ്, അതായത് അവൾക്കായിട്ട് ഈ ലോകത്തിൽ ഇനി ആരുമില്ല. അവൾക്കെല്ലാം എല്ലാമായിരുന്ന എല്ലാവരും മരിച്ചു കഴിഞ്ഞു. എന്നെയും അതുപോലെ തന്നെ വേദയും തേടി ഒരു തിന്മ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം എന്ന് പറയാണ്. അതായത് വിഭ വിചാരിച്ചതുപോലെ തന്നെ യൂക്ക അവളുടെ ആ ഒരു ടീം ഇവരെല്ലാവരും ഹൈദരാബാദിൽ നിന്നും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ വിഭ താമസിക്കുന്ന ആ ഒരു ഹോട്ടലിന്റെ പുറം ഭാഗത്ത് ഇപ്പൊ യൂക്കയും അവളുടെ ആൾക്കാരും നിൽക്കുന്നുണ്ട്. മാത്രമല്ല വിഭ വേദയുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. ഒരു സന്യാസിയുടെ രൂപം കിട്ടി അവൾക്ക് എന്തോ ഉടായ്പുണ്ട് എന്ന് മനസ്സിലായ CI അശോകും വേറെയുള്ള കുറച്ച് പോലീസുകാരും കൂടെ കണ്ടിന്യൂസ് ആയിട്ട് അവളെ ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ആ പോലീസുകാരുടെ ടീം പുറത്തുണ്ട്. അങ്ങനെ അവര് നോക്കി നിൽക്കെ ഇപ്പൊ യൂക്ക ഉണ്ടല്ലോ നേരെ ആ ഒരു ഹോട്ടലിന്റെ ഉള്ളിലേക്ക് പോണ്. എന്നാൽ അപ്പോഴേക്കും യൂക്കയുടെ കണ്ണ് വെട്ടിച്ച് വിഭയും വെങ്കിയും കൂടെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നീട് അവിടെ വിഭയെ കാണാത്തത് കൊണ്ട് തന്നെ യൂക്ക പുറത്തേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് അവിടെ നിൽക്കുന്ന പോലീസുകാരെ കാണുകയാണ്. കാരണം ഉള്ളിൽ പോയി ഒരുത്തന്റെ കൈയും വെട്ടിയിട്ടാണ് ഈ യൂക്ക വരുന്നത്. ഗൺ പോയിന്റിൽ ആ പോലീസുകാർ മുഴുവനായിട്ടും അവളെ നിർത്തുന്നുണ്ട്. എന്നാൽ നിമിഷ നേരം കൊണ്ട് എല്ലാ പോലീസുകാരെയും അവൾ വെട്ടിയിടുകയാണ്. അവൾക്ക് നേരെ ഒന്ന് ഫയർ ചെയ്യാൻ പോലും അവരെ കൊണ്ട് ആർക്കും കഴിഞ്ഞില്ല കേട്ടോ. ഇതിനുശേഷം അവൾ നേരെ പോകുന്നത് CI അശോകിന്റെ അടുത്തേക്കാണ്. അശോകിന്റെ കാര്യം അറിയാലോ, ഓൾറെഡി ഒരു പേടിത്തൊണ്ടനാണ്. പേടിച്ചു പോയി അശോക് പറയാണ്, നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു പെൺകുട്ടിയല്ലേ, ഞാൻ കാണിച്ചു തരാന്ന് പറയണം. ഇതേ നേരം വിഭ ഇപ്പോൾ വേദയുടെ അടുത്തേക്ക് ഓടി വന്നിരിക്കുകയാണ്. വേദയെ കെട്ടിപ്പിടിച്ച് അവൾ കരയാൻ തുടങ്ങി. അതായത് അവൾക്കായിട്ടുണ്ടായിരുന്ന എല്ലാവരും മരണപ്പെട്ടു, എന്നെ രക്ഷപ്പെടുത്തണം, നീ ആരാണെന്ന് നീ മനസ്സിലാക്കണം എന്നൊക്കെ വേദയോട് പറയുന്നുണ്ട്. എന്നാൽ കാര്യം എന്താണെന്ന് വേദ ചോദിക്കുമ്പോൾ അത് പറയാനുള്ളൊരു ഗ്യാപ്പ് വരെ വിഭയ്ക്ക് ഇപ്പൊ കിട്ടുന്നില്ല. കാരണം അപ്പോഴേക്കും യൂക്കയും അവളുടെ ആൾക്കാരും അങ്ങോട്ടേക്ക് എത്തുകയാണ്. അവർക്ക് വേണ്ടത് വിഭയാണ്. മാത്രമല്ല തിരഞ്ഞെടുക്കപ്പെട്ട ആ ആള്, ആ യോദ്ധാവ് വേദയാണെന്ന് ഇപ്പോഴും യൂക്കയ്ക്കും അവളുടെ ആൾക്കാർക്കും അറിയില്ല. അതുകൊണ്ട് തൽക്കാലം ഇപ്പൊ ഇവർക്ക് വേണ്ടത് വിഭയാണ്. കാരണം അവൾക്കറിയാം എവിടെയാണ് അമര രഹസ്യമുള്ള ആ ഗ്രന്ഥം ഉള്ളത് എന്ന്. പക്ഷെ അവൾ അവിടുന്ന് കൊണ്ടുപോകാനായിട്ട് വേദ പറയാണ്, ഞാൻ സമ്മതിക്കില്ല, ഇതെന്റെ സ്ഥലമാണ്. ധൈര്യമായിട്ട് തന്നെ അവൻ മുന്നോട്ടേക്ക് വരികയാണ് കേട്ടോ. പക്ഷേ യൂക്കയെ പോലെ എത്രയോ വർഷത്തെ ആയോധന അഭ്യാസത്തിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ മുന്നിൽ പാവം നമ്മുടെ വേദയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അവസാനം അവൻ വീണു പോവാണ്. അവൻ തോറ്റുപോയി. പിന്നീട് അവിടുന്ന് വിഭയെ അവര് കൊണ്ടുപോവാണ്. വെട്ടേറ്റ് കിടന്ന വേദ അവന്റെ ഉള്ളിൽ ഇപ്പൊ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ, എന്തോ ഒരു തോന്നല്. അവൻ വേഗം തന്നെ വിഭ പറഞ്ഞതുപോലെ പ്രത്യേക രീതിയിൽ കൈപിടിച്ച് ധ്യാനം ചെയ്യാൻ തുടങ്ങുകയാണ്. ആ നേരം മഴയും പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ അവന്റെ മുറിവിലൂടെ ഒഴുകിയ രക്തം അവന്റെ നെഞ്ചിൽ ഹൃദയത്തിന്റെ ഭാഗത്തായിട്ട് ഒരു പ്രത്യേക രീതിയിൽ ഒരു ടാറ്റു പോലെ ആയി മാറുകയാണ്. അതേ നേരം അവന്റെ ഉൾക്കാഴ്ചയിലൂടെ അവന്റെ അമ്മ പറഞ്ഞ കാര്യങ്ങൾ അവനിക്ക് ഓർമ്മ വന്നു. അതായത് നിന്റെ ജന്മൻ ഒരു സാധാരണ ജന്മമല്ല. പിന്നീട് അഗസ്ത്യമുനിയുമായിട്ട് സംസാരിക്കുന്ന അംബികയെ അവൻ നേരിട്ട് കാണുകയാണ്. അന്ന് അഗസ്ത്യമുനി അവളുടെ വയറ്റിൽ തൊട്ട് അനുഗ്രഹിച്ചായിരുന്നു. എല്ലാ രഹസ്യങ്ങളും അവൻ അറിയും. അതായത് മഴയും രക്തവും ഒരുമിച്ച് ചേരുന്ന ആ ഒരു സമയത്ത് അവൻ അത് മനസ്സിലാക്കും. അവൻ അതിനരികിലേക്ക് എത്തും, മിറായുടെ അരികിലേക്ക്. പിന്നീട് വേദ ബോധം കിട്ടി വീഴുകയാണ്. കണ്ണു തുറക്കുമ്പോൾ ആശുപത്രിയിലായിരുന്നു. എന്നാൽ അവന്റെ നെഞ്ചിൽ രൂപപ്പെട്ട ആ ടാറ്റു അതൊരു സാധാരണ ടാറ്റു ആയിട്ട് അവന് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ കൂടെ ഉണ്ടായിരുന്ന അവന്റെ ഒരു മാപ്പിംഗ് എക്സ്പേർട്ട് ആയിട്ടുള്ള വെങ്കിയോട് ഇതെന്താണെന്ന് നോക്കാൻ പറയണം. അതൊരു മാപ്പാണെന്ന് ഇവർക്ക് മനസ്സിലായി. സോ ആ ഒരു ഷേപ്പ് വെച്ച് ഇന്ത്യയുടെ ഭൂപടത്തിൽ വെച്ച് അതൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ഹിമാലയയുടെ അതായത് നോർത്ത് സൈഡിൽ ഏതോ ഒരു ഭാഗത്തേക്കാണ് അത് കാണിക്കുന്നത്. സോ അങ്ങോട്ടേക്ക് രണ്ടും കൽപ്പിച്ചു പോകാമെന്ന് തന്നെ വേദ തീരുമാനിക്കുകയാണ്. എന്നാൽ എന്തിനാണ് അങ്ങോട്ടേക്ക് പോകുന്നത്? അവിടെ പോയാൽ എന്ത് കിട്ടും? ഇതൊന്നും വേദക്ക് അറിയില്ല. അങ്ങോട്ടേക്ക് പോകണം എന്നൊരു ഉൾവിളി അവന് തോന്നുകയാണ്. അങ്ങനെ ഇപ്പോൾ വേദ വെങ്കിയും കൂടി വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ഒരുപാട് മലകൾ താണ്ടി അവർ കണ്ടെത്തിയ ആ ഒരു ലൊക്കേഷനിലേക്ക് പോവാണ്. ഒരു പരിധി കഴിഞ്ഞപ്പോൾ വെങ്കി പറയാണ്, ഇനി എന്നെ കൊണ്ട് വയ്യ, നീ പൊയ്ക്കോ എന്ന് പറയണം. എന്നാൽ ആ ഒരു ഏരിയ താണ്ടി മുന്നോട്ടേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന വൃദ്ധനായിട്ടുള്ള ഒരാൾ വേദയോട് പറയുന്നുണ്ട്, കഴിഞ്ഞ 300 വർഷമായിട്ട് ഈ ഏരിയ താണ്ടി പോയ ഒരാൾ പോലും ജീവനോടെ വന്നിട്ടില്ല. മനുഷ്യനെ കൊല്ലുന്ന വലിയൊരു കഴുകൻ അവിടെ ഉണ്ടെന്ന് പറയാണ്. അവന്റെ പേരാണ് സമ്പാദി. പണ്ട് ശ്രീരാമനെ സഹായിച്ച ജഡായു എന്ന കഴുകന്റെ സഹോദരനാണവൻ. സമ്പാദിയുടെ പിന്മുറക്കാരാണ് ഇപ്പൊ അവിടെയുള്ളത്. അവരവിടെ എന്തോ ഒരു ദിവ്യശക്തിയെ കാത്തു സൂക്ഷിക്കുകയാണ്. അതുകൊണ്ട് നീ അങ്ങോട്ടേക്ക് പോവേണ്ട എന്ന് വേദയോട് ആ ഒരു വൃദ്ധൻ പറയുന്നുണ്ട്. എന്നാൽ അതൊന്നും കേൾക്കാതെ വേദ മുന്നോട്ടേക്ക് പോവാണ്. അങ്ങനെ അവൻ വിചാരിച്ച ആ ഒരു സ്ഥലത്തെത്തി. എന്നാൽ അവിടെ പ്രത്യേകിച്ചൊന്നും കാണാൻ
കാണാൻ കഴിയുന്നില്ല. ശൂന്യമാണ്, വെറും പർവ്വതങ്ങൾ മാത്രം, ഐസ് മാത്രം. പെട്ടെന്ന് അവൻ നിൽക്കുന്ന ആ ഒരു സ്ഥലം തകർന്നുകൊണ്ട് അവൻ താഴെ കൂർന്നു പോവാണ്. അവൻ എത്തിയത് വലിയൊരു ഗുഹയുടെ ഉള്ളിലേക്കായിരുന്നു. അങ്ങനെ അവൻ ആദ്യമായിട്ട് അതിനെ നേരിട്ട് കാണുകയാണ്. തിളങ്ങുന്ന ആ ഒരു വടി, ഇത് തന്നെയാണ് മിറായ്. എന്നാൽ അതിന്റെ കാവൽക്കാരനായിട്ടുള്ള സമ്പാജി, ആ കഴുകൻ പെട്ടെന്നാണ് അവന്റെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത്. ആര് കണ്ടാലും ഭയന്നു പോയ ഭീമാകാരമായ ശരീരമായിരുന്നു അവന്. അതിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഇപ്പോൾ വേദയ്ക്ക് കഴിയുന്നില്ല. പരമാവധി രക്ഷപ്പെട്ട് ഓടുന്നുണ്ട്. എന്നാൽ ആ സമയത്താണ് അവന്റെ അമ്മ പറഞ്ഞ കാര്യം അവൻ ഓർമ്മ വരുന്നത്. അതായത് സമ്പാദിയെ തോൽപ്പിക്കാൻ ആരെക്കൊണ്ടും പറ്റില്ല. അവന്റെ ഇഷ്ടം പിടിച്ചു പറ്റി താൻ എന്തിനാണ് വന്നതെന്ന് അവനെ ബോധിപ്പിച്ചാൽ മാത്രമേ അവനെ കീഴടക്കാൻ കഴിയുള്ളൂ. വേദ പിന്നീട് ഒരു ട്രിക്കിലൂടെ ആ വെള്ളത്തിനടിയിലേക്ക് സമ്പാദിയെ കൊണ്ടുവരികയാണ്. അവനെ കൊല്ലാനായി വന്ന സമ്പാദിയുടെ തലയിൽ പോയിട്ട് അവൻ കൈവെക്കാണ്. അതോടെ സമ്പാദിക്ക് മനസ്സിലായി ഇവൻ ആരാണ്, ഇവൻ എന്തിനാ വന്നത്. പിന്നീട് സമ്പാദി എന്ന ആ ഒരു കഴുകൻ തന്നെ വെള്ളത്തിനടിയിൽ നിന്നും അവനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അവനോട് ആ ഒരു മിറായി എടുത്തോളാൻ പറയാണ്. പിന്നീട് മിറായി എടുത്തുകൊണ്ട് വേദ തിരിച്ചു വരുന്നുണ്ട്. അത് കണ്ട് ആ ഗ്രാമത്തിലെ എല്ലാവരും അമ്പരന്ന് പോവുകയാണ്. കഴിഞ്ഞ 300 വർഷമായിട്ട് അങ്ങോട്ടേക്ക് പോയ ഒരാളും തിരിച്ചു വന്നിട്ടില്ല. അങ്ങനെ ഇരിക്കുകയാണ് അവിടെയുള്ള ആ ഒരു ദിവ്യ ശക്തിയായിട്ടുള്ള ആ ഒരു ദണ്ട് മിറായി എടുത്തുകൊണ്ട് ഒരാൾ വരുന്നത്. ഇവൻ എന്തോ ദൈവിക ശക്തിയുണ്ട്. അത് കണ്ട് ആ നാട്ടുകാർ മുഴുവൻ അവന്റെ മുന്നിൽ മുട്ടുകുത്തുകയാണ്. ഇതിനുശേഷം CI അശോകിനെ കാണിക്കുകയാണ്. അശോകിന്റെ അടുത്തേക്ക് മറ്റൊരു ഇൻസ്പെക്ടർ വന്നിട്ടുണ്ട്, വിക്രം. അന്ന് രാത്രിയിൽ ഒരു 10ഓളം പോലീസുകാരെ അജ്ഞാതിയായിട്ടുള്ള ഒരു ലേഡി വന്ന് കൊന്നല്ലോ. ആരാണ് ആ ഒരു സ്ത്രീ, എന്തിനാണ് അവരവിടെ വന്നത്? ഇങ്ങനെയുള്ള രഹസ്യങ്ങൾ തേടി ഇവരിനി പോകാൻ പോവുകയാണ്. ഇവരൊരു പ്രത്യേക ഇൻവെസ്റ്റിഗേഷൻ ടീമാണ്. കാരണം 10 പോലീസുകാരെയാണ് അവൾ കൊന്നിരിക്കുന്നത്. എന്നാൽ അവരാരാണെന്ന് ഒരു ഐഡിയ ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ വേദയെ തൽക്കാലം ഫോളോ ചെയ്യാൻ ഇവർ തീരുമാനിക്കുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് യൂക്ക തട്ടിക്കൊണ്ടുപോയ വിഭയാണ്. അവളുടെ ഓരോ നഖവും പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് അവളുടെ വായിൽ നിന്നും ആ രഹസ്യം കിട്ടാനായിട്ട്, അമരഗ്രന്ഥത്തിന്റെ രഹസ്യം. എന്നാൽ തനിക്ക് എന്ത് സംഭവിച്ചാലും ആ രഹസ്യം പറയില്ല എന്ന് തന്നെ ഇപ്പൊ വിപ പറയുന്നുണ്ട്. അടുത്ത സീനിൽ നമ്മുടെ വേദയെ കാണിക്കാനാട്ടോ. അതായത് അവന്റെ കയ്യിൽ ആ ആയുധം കിട്ടിയെങ്കിലും ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് അവന് മനസ്സിലാവുന്നില്ല. ആ സമയത്താണ് അവന്റെ മുന്നിലേക്ക് ആദ്യമായിട്ട് അഗസ്ത്യമുനി വരുന്നത്. അതും വലിയൊരു അപകടം തടുത്തുകൊണ്ട്. പിള്ളേരുടെ മേത്തേക്ക് വീണ വലിയൊരു മരത്തടി വെറും കൈകൾ കൊണ്ട് നിസാരമായിട്ട് പിടിച്ച അഗസ്ത്യമുനിയെ കണ്ട് വേദ ആകെ ഞെട്ടിപ്പോവാണ്. ഇതെങ്ങനെയാ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റിയത് എന്നൊക്കെ വേദ ചോദിച്ച സമയത്ത് അഗസ്ത്യമുനി അവൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അവന്റെ കയ്യിൽ കിട്ടിയ ഈ മിറായ് അതൊരു സാധാരണ ആയുധമല്ല. അത് ഉപയോഗിക്കണമെങ്കിൽ നിനക്കും ഒരുപാട് കഴിവുകൾ കൂടേണ്ടതുണ്ട്. നിന്റെ ഈ കുട്ടിക്കളിയൊക്കെ ഒന്ന് മാറണം. അതിനായിട്ട് നമുക്കൊരു സ്ഥലത്തേക്ക് പോകണം, സിദ്ധ ക്ഷേത്രം എന്ന് പറയാണ്. അപ്പൊ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയിൽ ഇപ്പൊ വേദ ചോദിക്കുകയാണ്, സന്യാസി നിങ്ങൾ എന്റെ അമ്മയെ നേരിട്ട് കണ്ടതല്ലേ? ഇനി ഞാൻ ആ ഒരു ക്ഷേത്രത്തിലേക്കോ മറ്റെങ്ങോട്ടെങ്കിലും പോയാൽ എനിക്ക് എന്റെ അമ്മയെ നേരിട്ട് കാണാൻ പറ്റുമോ? ഇപ്പൊ അഗസ്ത്യമുനി പറയാണ്, ഈ വരാനിരിക്കുന്ന കാര്യങ്ങൾ നേരത്തെ പറഞ്ഞാൽ അതിൽ വലിയ കാര്യമൊന്നുമില്ലല്ലോ, എല്ലാം അറിയേണ്ട നേരത്തെ അറിയുന്നു പറയാണ്. ഇതിനുശേഷം കാണിക്കുന്നത് വിപയാണ്. അവളെ എത്ര പീഡിപ്പിച്ചിട്ടും ആ രഹസ്യം അവള് പറയുന്നില്ല. ഇപ്പൊ അവളുടെ അരികിലേക്ക് സാക്ഷാൽ മഹാവീർ ലാമ തന്നെ വരുന്നുണ്ട്. എന്നിട്ട് ലാമ ചോദിക്കുന്നുണ്ട്, എത്ര കാലങ്ങളായി? 75 തലമുറകളായിട്ട് ഈ 9 പുസ്തകങ്ങളും കൈമാറി വരുന്നുണ്ട്. മനുഷ്യർക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായോ? ഞാൻ അതുപയോഗിച്ച് ഇവിടെ മാറ്റങ്ങൾ കൊണ്ടുവരും. ഈ സമയത്ത് വിപ പറയാണ്, അത് നിന്റെ കയ്യിൽ കിട്ടിയാൽ, നിന്നെപ്പോലൊരു തിന്മയുടെ കയ്യിൽ കിട്ടിയാൽ ഈ ലോകത്തിൽ നന്മയല്ല തിന്മയാണ് വർദ്ധിക്കുക. ദൈവിക ശക്തികൾ ഒരാളുടെ കയ്യിലേക്ക് മാത്രമേ അതെത്തുള്ളൂ. ഈ സമയത്ത് ചിരിച്ചുകൊണ്ട് മഹാവീർ ലാമ പറയാണ്, തിന്മയോ? വെറുതെ ഒരു തിന്മ ഉണ്ടാവോ? നീ ഈ പറഞ്ഞ ദൈവം തന്നെയാണ് എന്നെ ഒരു തിന്മയാക്കി മാറ്റിയത്. ഒരു സാധാരണ കുട്ടിയായിരുന്നു ഞാൻ. പിന്നീട് മഹാവീർ ലാമ അവന്റെ ചെറുപ്പകാലത്തിലെ അവന്റെ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു പഴയ ഗ്രാമം, വിശ്വാസങ്ങളും ചില ആചാരങ്ങളുമായിട്ട് നടക്കുന്ന ആ ഗോത്രത്തിലായിരുന്നു അവൻ ജനിച്ചത്. അവൻ അമ്മയുണ്ടായിരുന്നു, അച്ഛനും ഉണ്ടായിരുന്നു. എന്നാൽ എന്തോ ഒരു ബാധയുടെ പേര് പറഞ്ഞ് അവന്റെ അമ്മയെ എല്ലാവരും കൂടെ തല്ലിക്കൊന്ന് തീയിലിട്ട് ചുട്ടരിച്ചു. അവന്റെ അച്ഛൻ രണ്ടാമതൊരു വിവാഹം കഴിച്ചു. മാത്രമല്ല മൂത്ത മകനായിട്ടുള്ള മഹാവീറിനെ ഒരു ദുശകുനമായിട്ട് അവരെല്ലാവരും കാണാൻ തുടങ്ങി. അവരെല്ലാവരും അവനെ അകറ്റി നിർത്താൻ തുടങ്ങി. അവര് മാത്രമായിരുന്നില്ല, ആ ഗ്രാമത്തിലുള്ള എല്ലാവരും. ഒരു ദിവസം പള്ളിക്കൂടത്തിൽ പഠിക്കാൻ പോയ സമയത്ത് ഗുരു എല്ലാവരോടുമായിട്ടൊരു ചോദ്യം ചോദിച്ചു. എന്നാൽ അതിന് ഉത്തരം പറഞ്ഞത് ഞാൻ മാത്രമായിരുന്നു. എന്നാൽ ഗുരു എന്നെ അവിടുന്ന് തല്ലി ഓടിച്ചു. വിദ്യ അഭ്യസിക്കാനുള്ള ശേഷി അല്ലെങ്കിൽ അർഹത അതെനിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ അർഹത എന്തുകൊണ്ട് എനിക്കില്ല എന്ന് ചോദിച്ചപ്പോൾ അതങ്ങനെയാണ്, ചില ആൾക്കാരെ ദൈവം അങ്ങനെയാണ് സൃഷ്ടിക്കുക എന്ന് പറഞ്ഞു. എന്നാൽ എന്നെ ഉപദ്രവിച്ചവരോട് എനിക്ക് യാതൊരു ദേഷ്യം ഉണ്ടായിരുന്നില്ല. മലമുകളിലേക്ക് പോയി എന്റെ ഗ്രാമത്തിലെ വരൾച്ച ഞാൻ മാറ്റി. അതായത് മലവെള്ളം എന്റെ ഗ്രാമത്തിലേക്ക് ഞാൻ തുറന്നു വിട്ടു. ഈ കാര്യമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഗ്രാമത്തിലെ സന്യാസിയോട് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ അവരെന്നെ ചീത്ത വിളിച്ചു, എന്നെ അടിച്ചു. ഇതെല്ലാം തന്നത് ദൈവം മാത്രമാണെന്ന് അവർ പറഞ്ഞു. എനിക്ക് ആ ദൈവത്തിനോട് ദേഷ്യം തോന്നി. ആ കല്ലുകൾ ഞാൻ എടുത്തെറിഞ്ഞു. അതുകൊണ്ട് തന്നെ അവർ എന്നെ ക്രൂരമായിട്ട് ശിക്ഷിച്ചു, കെട്ടിയിട്ട് കല്ലെറിഞ്ഞു. ഇതെന്നെ കൊണ്ട് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. അതുകൊണ്ട് തന്നെ വിദ്യ അഭ്യസിക്കാൻ അർഹതയില്ല എന്ന് പറഞ്ഞ ഗുരുവിനെ കൊന്നു. അതിനുശേഷം ശാസ്ത്രത്തിന്റെ പേരും പറഞ്ഞ് എന്നെ വേർതിരിച്ച സന്യാസിയെ ഞാൻ കൊന്നു. മതവും ജാതിയും പറഞ്ഞ് എത്ര കാലം അടിച്ചമർത്തും. പിന്നീട് ദുശകുനമാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും പുറത്താക്കിയ എന്റെ അച്ഛനും അമ്മയും അവരുടെ മകനെയും ഞാൻ കൊന്നുകളഞ്ഞു. എന്നിട്ടും എന്റെ പക തീർന്നില്ല. അതുകൊണ്ട് എന്റെ ഗ്രാമത്തെ മുഴുവനായിട്ട് ഞാൻ ചൂട്ടരിച്ചു. ഇതെല്ലാത്തിനു ശേഷം മഹാവീർ ലാമ ഇപ്പോ വിപയോട് ഒരു കാര്യം പറയാണ്. അതായത് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാനമുള്ളത് ശക്തിയുള്ളവനാണ്. ശക്തി വേണമെങ്കിൽ അറിവ് വേണം. ആ അറിവ് ഇപ്പൊ എന്റെ കയ്യിലുണ്ട്. അതിന്റെ അവസാന ഘട്ടം അത് നിന്നിലൂടെ ഞാൻ മനസ്സിലാക്കും വിപ. ഈ ലോകത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഞാൻ കൊണ്ടുവരും.
മാരും ഈ ലോകത്തിന്റെ അധികാരി ദൈവമാകും ഞാൻ. എന്നാൽ ഇതെല്ലാം കേട്ട് കഴിഞ്ഞ സമയത്ത് വിഭ വളരെ ശാന്തമായിട്ട് പറയാണ്, നിന്റെ ഭരണത്തിൽ ഈ ഭൂമി നല്ലൊരു ലോകമായിരിക്കില്ല, അതൊരു ശ്മശാനമായിരിക്കും. എന്നാൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. അംബികയുടെ മകൻ അവൻ ജന്മമെടുത്തിട്ടുണ്ട്. നീ എന്ന തിന്മയെ തടുക്കാനായിട്ട് അവൻ ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറയാണ്. അങ്ങനെ ഒരു ശക്തി ഉണ്ടായി എന്ന് അറിഞ്ഞപ്പോൾ തന്നെ മഹാവീർ യുകെ വിളിക്കുകയാണ്. അവളുടെ കയ്യിൽ ഒരു പ്രത്യേകതരം ആയുധം കൊടുക്കുന്നുണ്ട്, അതായത് ശബ്ദരഹസ്യം. അത് മനസ്സിലാക്കി ശബ്ദം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ആയുധമാണിത്. അത് അവളുടെ കയ്യിൽ കൊടുത്ത് എത്രയും പെട്ടെന്ന് തന്നെ അംബികയുടെ മകൻ വേദയെ കണ്ടുപിടിക്കാൻ പറയാണ്. ഇതിനുശേഷം കാണിക്കുന്നത് സിദ്ധക്ഷേത്രമാണ്. നമ്മുടെ വേദയുടെ കയ്യിലുള്ള ആ ആയുധം ഉണ്ടല്ലോ, അത് ഇവിടെ വെച്ച് പൂജിക്കാനായിട്ട് അവൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് അഗസ്ത്യമുനിയാണ്. എന്നാൽ സാധാരണ ആൾക്കാർ പൂജിക്കുന്നത് പോലെ പൂജിക്കാനല്ല അവനോട് പറയുന്നത്. അഗസ്ത്യമുനി അവനോട് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി പറയാണ്. അതിനായിട്ട് അവൻ അങ്ങോട്ടേക്ക് വന്ന് വിളിക്കുന്നത് ഒരു പെൺകുട്ടിയാണ് കേട്ടോ. ആ കുട്ടിയാണ് ആ സ്ഥലത്തിനെ കുറിച്ച് വേദയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ അവിടെ വെച്ച് ആ ആയുധം മിറായി പൂജിക്കാനായിട്ട് വേദയും അതുപോലെ വെങ്കിയും കൂടെ അങ്ങോട്ടേക്ക് പോവാണ്. എന്നാൽ അവിടെ വെച്ച് പെട്ടെന്ന് ഒരു കൂട്ടം ആൾക്കാർ വേദയെ ആക്രമിക്കാനായിട്ട് വരികയാണ്. അവരുടെ കയ്യിൽ വിഭയും ഉണ്ടായിരുന്നു. വിഭയെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് അവളുടെ കൈ തന്നെ അവന്റെ മുന്നിൽ വെച്ച് മുറിച്ചു കളയാണ്. അതായത് അവനോട് കീഴടങ്ങാൻ വേണ്ടി പറയാണ്. എന്നാൽ കീഴടങ്ങുകയല്ല, ഇവിടെ വെച്ച് പോരാടാൻ തന്നെ വേദ തീരുമാനിക്കുകയാണ് കേട്ടോ. എന്നാൽ യൂക്ക അതുപോലെ തന്നെ അവളുടെ ആളുകൾ അവരോട് പിടിച്ചു നിൽക്കാനുള്ള അത്ര ശക്തിയൊന്നും വേദക്കില്ലായിരുന്നു. തുടക്കത്തിലെല്ലാം അവൻ തോറ്റുപോവാണ്. അപ്പോഴാണ് അഗസ്ത്യമുനി പറഞ്ഞ ആ ഒരു കാര്യം അവൻ ഓർമ്മ വരുന്നത്. അതായത് ആ ആയുധത്തെ മിറായെ നീ അറിയുക, അത് നിന്റെ ശരീരത്തിന്റെ ഭാഗമാകുക, വളരെയധികം ധ്യാനം ചെയ്തുകൊണ്ട് അതിലേക്ക് ശ്രദ്ധ കൊടുക്കുക. പെട്ടെന്ന് തന്നെ വേദ ആ ഒരു വടി പിടിക്കുകയാണ്. നല്ല ഒരൊറ്റ കുത്താണ്. പിന്നീട് പെട്ടെന്ന് തന്നെ ആയുധം 2 ഇരട്ടി വലുപ്പത്തിലേക്ക് നീളുന്നുണ്ട്. മാത്രമല്ല അതിന്റെ ആ ഒരു ശക്തി അവന്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞു. പിന്നീട് നന്നായിട്ട് തന്നെ അവനെ കൊണ്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റി. അവസാനം അവന് നേരെ ശബ്ദായുധം ഉപയോഗിച്ച യോക്കയെ തന്നെ അവൻ തോൽപ്പിച്ച് കളയാണ്. പിന്നീട് ഭയന്നു പോയി അവരെല്ലാവരും അവിടുന്ന് തിരിഞ്ഞോടുന്നുണ്ട്. ഈ സമയത്താണ് വേദയുടെ അടുത്തേക്ക് വെങ്കി വന്നിട്ട് പറയുന്നത്, എടാ ഞാനിവിടെ മുഴുവനായിട്ട് നോക്കി, അഗസ്ത്യമുനിയെ കാണാനില്ല എന്ന് പറയണം. ആ നേരത്ത് വേദ ഒരു കാര്യം ഓർക്കാണ്. അഗസ്ത്യമുനി പറഞ്ഞ അതേ കാര്യം. ഈ ആയുധം എന്താണോ അത് നീ എന്നാണോ മനസ്സിലാക്കുന്നത് അത്രയും നാളെ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവുള്ളൂ. സോ വേദ ആയുധത്തിന്റെ ശക്തി മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അഗസ്ത്യമുനി കൂടെ ഉണ്ടാവേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അദ്ദേഹം പോയി കഴിഞ്ഞു. ഇപ്പൊ വിഭ ചോദിക്കുകയാണ്, നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്, ഇനി എങ്ങോട്ടേക്കാ പോകേണ്ടത്? വേദ ഒന്നുകൂടെ ധ്യാനിക്കുകയാണ്. ആ സമയത്ത് അവന്റെ അമ്മ പറഞ്ഞ ആ ഒരു കാര്യം ഓർമ്മ വരുന്നുണ്ട്. ഇനി നമ്മൾ പോകേണ്ടത് തന്ത്രവനത്തിലേക്കാണ്. തന്ത്രവനമോ? അതിനെക്കുറിച്ച് വിഭയ്ക്ക് നന്നായിട്ട് അറിയാം. ആദ്യ യോദ്ധാവ് അദ്ദേഹം അവിടെയാണ്. ആ വനമുള്ളത് കാമാഖ്യ ദ്വീപിലാണ്. നമ്മൾ ഇനി അങ്ങോട്ടേക്ക് പോകണമെന്ന് പറയാണ്. അങ്ങനെ വിഭയുടെ സഹായത്തോട് കൂടിയിട്ട് ഇവർ നേരെ കാമാഖ്യ ദ്വീപിലേക്ക് പോവാണ്. എന്നാൽ ഇവരുടെ പിന്നാലെ തന്നെ മറ്റൊരു കൂട്ടർ കൂടിയുണ്ട്, CI അശോകും വിക്രമിന്റെ ആ ഒരു ടീമും. കാമാഖ്യ ദ്വീപിലേക്കാണ് ഇവർ പോകുന്നതെന്ന് അവർക്ക് മനസ്സിലായി. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേദയുടെ വേറൊരു കൂട്ടുകാരനുണ്ടല്ലോ, ദാസിനോട് ഈ ഒരു കാര്യം വെങ്കി പറഞ്ഞായിരുന്നു. സോ ദാസിനെ പോലീസുകാർ പൊക്കി. അപ്പൊ അവൻ വഴി കാമാഖ്യ ദ്വീപിലേക്ക് ഈ പോലീസുകാരും വരികയാണ്. അങ്ങനെ അവസാനം കാമാഖ്യ ദ്വീപിലേക്ക് വേദയെ ഇപ്പൊ വിഭ കൊണ്ടുപോവാണ്. അവരുടെ കൂടെ തന്നെ വെങ്കിയുണ്ട് കേട്ടോ. അങ്ങനെ ഇവരെല്ലാവരും നേരെ പോകുന്നത് ഒരുപാട് സന്യാസിമാരുള്ള ഒരു സ്ഥലത്തേക്കാണ്. അവിടെ വെച്ച് ആ സന്യാസിമാരുടെ നേതാവിനെ അവർ കണ്ടു കേട്ടോ. അയാളുടെ പേര് അങ്കമാ ബാലി എന്നാണ്. അയാളുടെ അടുത്തേക്ക് അത്ര പെട്ടെന്നൊന്നും അങ്ങ് പോകാൻ കഴിയില്ല. ഈ കാര്യം വേദയോട് വിഭ പറഞ്ഞ സമയത്ത് വേദ കയ്യിലുണ്ടായിരുന്ന ആ ഒരു വടി ഒന്ന് പിടിക്കുകയാണ്. നിലത്ത് ഒരൊറ്റ കുത്തലാണ്. എന്നിട്ട് ഒരൊറ്റ ചാട്ടാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ ഒളിച്ചിരുന്ന CI അശോകും വിക്രമും വേദയെ പിടിക്കാൻ വേണ്ടി അവന് നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ഇവരെ ഫോളോ ചെയ്തുകൊണ്ട് ഇവരുടെ പിന്നാലെ തന്നെ ഇവരുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ACP വിക്രം നമ്മുടെ വേദയെ ഷൂട്ട് ചെയ്ത സമയത്ത് ഒരു ബുള്ളറ്റ് പോലും അവന്റെ ദേഹത്ത് കയറുന്നില്ല. കാരണം ആ ആയുധം അവനെ സംരക്ഷിക്കുന്നുണ്ട്. അവസാനം ഇപ്പൊ അങ്കമാ ബാലിയുടെ തൊട്ടടുത്തേക്ക് വേദ വന്ന് നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ ചുറ്റുണ്ടായിരുന്ന അഘോരികൾ അപ്പൊ തന്നെ വേദയെ കൊല്ലാൻ നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആ യോഗി പറയാണ്, വേണ്ട, ഇവനൊരു യോദ്ധാവാണ്, നമ്മളെല്ലാം കാക്കാൻ വന്ന ആ യോദ്ധാവ്. പിന്നീട് വേദ ആരാണെന്ന് മനസ്സിലാക്കിയ അങ്കമാ ബാലി അവനെയും കൂട്ടി സിദ്ധവനത്തിലേക്ക് പോകാൻ നിൽക്കുകയാണ്. എന്നാൽ അവരുടെ പിന്നാലെ തന്നെ ഈ പോലീസുകാരുടെ ടീം വരുന്നത് കണ്ട് ഈ യോഗി എന്താക്കി, കയ്യിലുണ്ടായിരുന്ന ഒരു പൊടിയെടുത്ത് അവർക്ക് നേരെ ഒറ്റയേറാണ് കേട്ടോ. മുഴുവനായിട്ട് ഒരു കറുത്ത പുക മാത്രം അവിടെ ഉണ്ടായിരുന്നത്. പിന്നീട് പോലീസുകാർ കണ്ടു തുറന്നു നോക്കുമ്പോൾ കാണുന്നത് അവരെല്ലാവരും വലിയൊരു കൊക്കയുടെ മുന്നിലാണ്. ആകെ ഞെട്ടിപ്പോയി. ഇതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഈ നേരം ACP വിക്രം CI അശോകിനോട് ചോദിക്കുന്നുണ്ട്, അശോക് ഇതെന്താണ്, അവരെന്താണ് നമുക്ക് നേരെ എറിഞ്ഞത്? അത് പിന്നെ സാറേ ഒരിച്ചിരി കുരുമുളക് പൊടി, ഇച്ചിരി ഗരം മസാല, പിന്നെ കുറച്ച് ആട്ടുംകാട്ടത്തിന്റെ പൊടി, പിന്നെ കുറച്ച് കരിഞ്ചീരകം, ഇതൊക്കെയാണ് അവരിങ്ങോട്ടേക്ക് എറിഞ്ഞത്. ഇത് കേട്ടപ്പോൾ വിക്രമിന് ദേഷ്യം വന്ന്, നീ എന്താ എന്നെ പറ്റിക്കാൻ നോക്കുകയാണെന്ന് പറയാണ്. ഈ സമയത്ത് ദേഷ്യം വന്ന് അശോക് പറയണ, അല്ല പിന്നെ നിങ്ങളും കണ്ടേയല്ലേ, ഞാനും നിങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോഴല്ലേ നമുക്ക് നേരെ അയാൾ ആ ഒരു കറുത്ത പൊടി എടുത്തെറിഞ്ഞത്. ഞാൻ അപ്പോഴേ നിങ്ങളോട് പറഞ്ഞതാ ഇവരെ ഫോളോ ചെയ്ത് വരണ്ട, ഇത് നമ്മുടെ കീശയിൽ ഒതുങ്ങുന്ന ആൾക്കാരല്ല എന്ന്. എന്തായാലും ആ യോഗി ഈ പോലീസുകാരുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് സിദ്ധവനത്തിലേക്ക് വേദയും വിഭയും അതുപോലെ തന്നെ ദാസിനെയും വെങ്കിയും കൊണ്ടുവന്നിരിക്കുകയാണ്. എന്നാൽ ഇങ്ങോട്ടേക്ക് എത്തുന്ന സമയത്ത് വേദയ്ക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. സിദ്ധവനത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവന്റെ അമ്മയെ നേരിട്ട് കാണാൻ കഴിയുമെന്ന്. എന്റെ അമ്മ എവിടെയെന്ന് ആ യോഗിയോട് വേദ ചോദിക്കുന്ന സമയത്ത് യോഗി ഒരു കാര്യം പറയാണ്, അതിനു മുന്നേ നീ ഒരു കഥ കേൾക്കണം. എല്ലാം ആരംഭിച്ചത് കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രാമത്തിൽ നിന്നാണ്. ഞാൻ അന്ന് ആ ഒരു ഗ്രാമത്തിൽ പോയ സമയത്ത് ആ ഗ്രാമം മുഴുവൻ കത്തി നശിച്ചു. ഒരേ ഒരു ബാലൻ മാത്രം ബാക്കിയെ ഞാൻ അവനെ എന്റെ സ്വന്തം മകനെ പോലെ എടുത്തു വളർത്തി. അവന്റെ പേര് മഹാവീർ എന്നായിരുന്നു. അത് തന്നെ കഥയുടെ വില്ലൻ തന്നെ. എന്നാൽ അവൻ ആരാണെന്നും അവന്റെ മനസ്സിലെ ദുഷ്ടത എന്താണെന്നും അന്ന് ഈ യോഗിക്ക് അറിയില്ലായിരുന്നു. സ്വന്തം
സ്വന്തം മകനെ പോലെ തന്നെ അദ്ദേഹം അവനെ വളർത്തി. മകന് കൊടുക്കുന്ന എല്ലാ വിദ്യാഭ്യാസവും എല്ലാ അറിവുകളും അവനും കൊടുത്തു. പതിയെ പതിയെ അവന്റെ കഴിവ് കണ്ട് ഈ യോഗി തന്നെ ഞെട്ടിപ്പോയി. അതുകൊണ്ട് തന്നെ ഒരു ദിവസം സ്വന്തം മകനെയും അതുപോലെ ഈ ഒരു മഹാവീരനെയും വിളിച്ച് അവരോട് പറഞ്ഞു, വർഷങ്ങളായിട്ട് ഞാൻ കാത്തു സൂക്ഷിക്കുന്ന ഒരു മഹാഗ്രന്ഥമുണ്ട്. ഞാൻ നടത്തുന്ന പരീക്ഷയിൽ നിങ്ങൾ ആരാണോ ജയിക്കുന്നത് ആ ആൾക്ക് ഞാൻ ആ ഒരു പുസ്തകം നൽകും. പിന്നീട് അത് സംരക്ഷിക്കേണ്ടത് നിങ്ങളായിരിക്കണം. അങ്ങനെ പരീക്ഷണം നടത്തുന്ന ആ ഒരു ദിവസം വന്നെത്തി. യോഗിയുടെ മകൻ യോഗി എന്താണോ പറഞ്ഞു കൊടുത്തത് ആ ശക്തി അത് അതുപോലെ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ മഹാവീർ ആ ശക്തിയുടെ കൂടെ അവന്റെ കോപം കൂടെ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് അവരോട് തകർക്കാൻ പറഞ്ഞ ആ ഒരു പ്രതിമയുണ്ടല്ലോ അത് ചിന്ന ഭിന്നമായി പോവാണ്. അവന്റെ ആ ഒരു കോപം കണ്ട് യോഗി ഇപ്പോ അവനെ വിളിച്ചു മാറ്റിയിട്ട് പറയാണ്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, താന്ത്രിക വിദ്യ അതിന്റെ കൂടെ കോപം കൂടെ ചേർന്നാൽ ഈ ലോകം നശിക്കുന്നു പറയാണ്. അതുകൊണ്ട് തന്നെ ആ പരീക്ഷയിൽ അവൻ തോറ്റുപോയി. ആ മഹാപുസ്തകം പിന്നീട് യോഗി നൽകിയത് അദ്ദേഹത്തിന്റെ തന്നെ മകനായിരുന്നു. എന്നാൽ ആ ഒരു കാര്യം അവന് സഹിക്കാൻ പറ്റിയില്ല. താന്ത്രിക വിദ്യകളും ദുർമന്ത്രവാദവും ഇതെല്ലാം ചേർത്തുകൊണ്ട് ചില മരത്തിന്റെ വേരുകൾ കൊണ്ട് അവനൊരു വള നിർമ്മിച്ചു. എന്നിട്ട് മഹായോഗി തന്നതാണെന്ന് പറഞ്ഞിട്ട് അവൻ ആ ഗ്രാമത്തിലെ എല്ലാവർക്കും ആ ഒരു വള അണിയിക്കാൻ തുടങ്ങി. എന്നാൽ യാദൃശികമായിട്ട് ഇവരുടെ കയ്യിലെ ഈ വള കണ്ട സമയത്ത് യോഗി തന്നെ ചോദിച്ചു, ഇതാരാ തന്നത്, ഇതെന്തിനാ കെട്ടിയത്? അപ്പൊ യോഗിയോട് അവര് പറഞ്ഞു, നിങ്ങൾ തന്നെയല്ലേ തന്നത്, നിങ്ങൾ തന്നതാന്ന് പറഞ്ഞിട്ട് അവനാണ്, മഹാവീറാണ് ഇത് ഞങ്ങളുടെ കയ്യിൽ അണിയാൻ പറഞ്ഞത്. അപ്പൊ തന്നെ മഹാവീറിനെ യോഗി വിളിപ്പിക്കുന്നുണ്ട്, ഇതെന്താണെന്ന് ചോദിക്കുകയാണ്. എന്നാൽ ആ സമയം മുതൽ മഹാവീറിന്റെ സ്വഭാവം മാറുകയാണ്. തന്നെ എടുത്തു വളർത്തിയ അവന്റെ വളർത്തച്ഛന് വേണ്ടി ഒരു സമ്മാനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഒരു സാധനം വലിച്ചു കൊണ്ടുവരുന്നുണ്ട്. അതാ യോഗിയുടെ മകന്റെ മൃതദേഹമായിരുന്നു. നീ ചെയ്തത് എത്ര വലിയ തെറ്റാണെന്ന് പറഞ്ഞിട്ട് അവനെ ശിക്ഷിക്കാൻ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് മരത്തിന്റെ വേരുകൾ കൊണ്ട് യോഗിയെ തന്നെ അവൻ പൂട്ടിക്കളയാണ്. പിന്നീട് അവനെ ആക്രമിക്കാൻ വന്ന ആ നാട്ടുകാർ അവരെ മുഴുവനായിട്ടും അവൻ കീഴ്പ്പെടുത്തി മുട്ടുകാലിരുത്തുകയാണ്. അവരുടെ കൈയെല്ലാം വളഞ്ഞ് തിരിഞ്ഞു പോയി. കാരണം അവരുടെ കയ്യിലിരിക്കുന്ന ആ ഒരു വള അത് അവരെ കീഴ്പ്പെടുത്താനുള്ള ശക്തിയായിരുന്നു. ഇതെല്ലാം നിനക്ക് എവിടുന്നാണ്, ഇതെല്ലാം നീ എവിടുന്നാണെന്ന് പഠിച്ചതെന്ന് യോഗി ചോദിച്ച സമയത്ത് അവൻ പറയാണ്, ആ പുസ്തകം അത് നിങ്ങളുടെ മകന്റെ കയ്യിൽ നിന്ന് ഞാൻ എടുത്തു എന്ന് പറയാണ്. മാത്രമല്ല ഇപ്പൊ എല്ലാവരുടെ കയ്യിലും ഇട്ടുകൊടുത്ത ആ ഒരു വളയുണ്ടല്ലോ അത് അവരെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കും, കൊന്നുകളയും, അവരുടെ നീരിനെ ചോരയെ വറ്റിച്ചു കളയും. അത് കണ്ട് എല്ലാവരുടെ മരണം കണ്ടേ ഞാൻ ഇവിടുന്ന് പോലെന്ന് പറഞ്ഞിട്ട് രാക്ഷസനായി മാറിയ മഹാവീർ അവിടെ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ അന്ന് രാത്രി ആ ഗ്രാമത്തിന്റെ രക്ഷകയായിട്ട് ഒരാൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മറ്റാരുമല്ല, അംബിക. മഹാവീറിന്റെ ആ ഒരു ശക്തി കണ്ട് അംബിക ഒട്ടും തന്നെ ഭയപ്പെടുന്നില്ല. കാരണം അവനേക്കാൾ എത്രയോ മുന്നിലാണ് അംബിക. പിന്നീട് അവൻ തന്നെ ഉണ്ടാക്കിയ മാന്ത്രിക വിദ്യയിൽ ഉണ്ടാക്കിയ ആ ഒരു വള അംബിക കയ്യിലേക്ക് എടുത്തുകൊണ്ട് മറ്റൊരു യാഗം ചെയ്യാൻ ആരംഭിക്കുകയാണ്. ആ യാഗത്തിലൂടെ അംബികയുടെ ജീവൻ തന്നെ നഷ്ടമാകും. കാരണം അവളുടെ ദേഹം അഗ്നിയാൽ കത്തി നശിക്കും. ആ മന്ത്രം അത്രയും ശക്തിയുള്ളതായിരുന്നു. ഇത് കണ്ട സമയത്ത് അംബികയുടെ ആ ഒരു യോഗ ഇല്ലാതാക്കാനായിട്ട് മഹാവീർ അവന്റെ ശക്തി പരമാവധി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതുകൊണ്ടൊന്നും അംബികയെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ കത്തിയരിയുന്ന ആ അഗ്നിയിൽ നിന്നുകൊണ്ട് തന്നെ അംബിക പറയുന്നുണ്ട്, അതായത് ഭാവി കാണാൻ കഴിയുന്ന ആളാണ് അംബിക, നിന്നെ കൊണ്ട് ഇനിയുള്ള 8 പുസ്തകങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയും, പക്ഷേ ഞാൻ കാവലിരിക്കുന്ന 9ാമത്തെ പുസ്തകം ഒരിക്കലും മഹാവീർ നിന്നെ കൊണ്ടത് നേടാൻ കഴിയില്ല. ഇത് പറഞ്ഞുകൊണ്ട് മഹാവീറിനെ അംബിക തോൽപ്പിക്കുകയാണ്. മാത്രമല്ല ആ ഗ്രാമത്തിലെ ജനങ്ങളെ മുഴുവൻ രക്ഷിക്കാൻ വേണ്ടി ആ യാഗം ചെയ്തതിലൂടെ പൂർണ്ണമായിട്ടും അംബിക അവിടെ കത്തിയെരിഞ്ഞില്ലാതാവുകയാണ്. മാത്രമല്ല അന്ന് മഹാവീർ ഈ ഒരു ഗ്രാമം വിട്ടു പോയിട്ടുണ്ടായിരുന്നു. ഈ കഥകളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴാണ് വേദയ്ക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്. അവൻ തേടി വന്ന അവന്റെ അമ്മ, അവന്റെ അമ്മയുടെ ആ ഒരു ശില്പമാണ് അവന്റെ തൊട്ട് മുന്നിൽ നിൽക്കുന്നത്. സദാസമയം ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ആ ശില്പം. പിന്നീട് അവന്റെ അമ്മയുടെ മുന്നിൽ വെച്ച് തന്നെ വേദ ഒരു സത്യം ചെയ്യുന്നുണ്ട്, അമ്മേ നിങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് കാരണമായവനെ ഞാൻ തടുക്കും. എന്റെ ജന്മലക്ഷ്യം എന്താണോ അത് ഞാൻ നിറവേറ്റിയിരിക്കും. ഇതെന്റെ അമ്മയ്ക്ക് ഞാൻ തരുന്ന വാക്കാണെന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് സത്യം ചെയ്യുകയാണ്. എന്നാൽ അതിനു മുന്നേ ആയിട്ട് അവൻ ആ ഒരു പുസ്തകം നേടണം, അമരഗ്രന്ഥം. എന്നാൽ അത് എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അത് പറഞ്ഞു കൊടുക്കാനായിട്ട് അവന്റെ അമ്മ കൂടെയില്ല. ഈ നേരത്താണ് ആകാശത്തിലൂടെ ഒരു വാൽ നക്ഷത്രം പോകുന്നത്. അവന്റെ ഉള്ളിൽ ഒരു തോന്നൽ വരികയാണ്, ഇതെന്റെ അമ്മ എനിക്കായിട്ട് വഴികാട്ടുന്നതാണ്. അങ്ങനെ ആ ഒരു നക്ഷത്രം ഫോളോ ചെയ്തുകൊണ്ട് അവൻ ഉൾക്കാട്ടിലേക്ക് പോവാണ്. അങ്ങനെ ആ കാട്ടിൽ ഒരു വലിയ ഗുഹ അവൻ കാണുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ അവിടെ ഒന്നും കാണാനില്ല. പിന്നീട് അവിടെ ഒരു കല്ലിൽ കൊത്തിവെച്ച ഒരു സ്ത്രീ രൂപം അവന് കാണാൻ കഴിഞ്ഞു. അത് അവന്റെ അമ്മയാണെന്ന് അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പിന്നീട് ആ ശില്പത്തിന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ച സമയത്ത് അവിടെ പ്രത്യേകതരം ഒരു മറവ് അവന് കാണാൻ കഴിഞ്ഞു കേട്ടോ. മറ്റാർക്കും കാണാൻ പറ്റാത്ത രീതിയിൽ അതിലൂടെ അവൻ അതിനപ്പുറത്തേക്ക് കടന്ന സമയത്താണ് ആർക്കും കണ്ടെത്താൻ കഴിയാത്ത ആ അമരഗ്രന്ഥം അവന് നേരിട്ട് കാണാൻ പറ്റിയത്. അങ്ങനെ അത് കൈകൊണ്ട് അവൻ എടുക്കുകയാണ്. അതേസമയം അവന്റെ അമ്മ അംബികാദേവി അവൻ അരികിലേക്ക് വന്നതുപോലെ അവന് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും പിന്നീട് ആ ഒരു പുസ്തകം എടുത്തുകൊണ്ട് യോഗിയുടെ അടുത്തേക്ക് അവൻ തിരിച്ചു പോവാണ്. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വേദയ്ക്ക് യാതൊരു ഐഡിയ ഇല്ലായിരുന്നു. ആ സമയത്താണ് യോഗി അവനോടൊരു കാര്യം പറയുന്നത്. അതായത് ഈ ലോകം മുഴുവൻ നശിപ്പിക്കാനായിട്ട് മഹാവീർ വലിയൊരു പദ്ധതി ഉണ്ടാക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ മഹാവീറിനെ കാണിക്കുകയാണ്. അവന്റെ കൂടെ പ്രൊഫസറുണ്ട്. മഹാവീർ ഇപ്പൊ കുറേ അളവിൽ, വളരെ കൂടിയ അളവിൽ ഒരു പ്രത്യേകതരം സാധനം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അത് കണ്ട്
പ്രൊഫസർ ചോദിക്കുകയാണ്, ഇത് പേരാലിന്റെ വേരല്ലേ, ഈ വേര് കൊണ്ട് എന്തിനാണ് ഇങ്ങനെയൊരു കങ്കണം നീ ഉണ്ടാക്കുന്നത്? കങ്കണം എന്നാൽ വള പോലെയുള്ള ഒരു സാധനമാണ്. ആ നേരത്ത് മഹാവീർ പറയാണ്, ഈ ലോകത്തിന് ഭാരമായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്, അവരെയൊക്കെ എനിക്ക് ഇല്ലാതാക്കണം. എന്താണ് മഹാവീറിന്റെ പദ്ധതി? അത് നമുക്ക് പറഞ്ഞു തരുന്നത് യോഗിയാണ്, അതായത് വേദ. അടുത്ത സീനിൽ അവനെയാണ് കാണിക്കുന്നത്. വേദക്ക് അറിയില്ല ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പൊ അവന്റെ അടുത്ത് യോഗി പറഞ്ഞു കൊടുക്കുകയാണ്, എന്റെ ഗോത്രത്തിന്റെ മേലെ അവൻ ഉപയോഗിച്ച ഒരു ശക്തിയുണ്ട്, കാലബോധി. ആ ശക്തിയെ ഈ ലോകത്തിലേക്ക് അവൻ ഇറക്കാൻ നിൽക്കുകയാണ്. ഒരുപാട് പേരെ അവൻ ഇല്ലാതാക്കാൻ പോവാണ്. സോ അവനെ നീ തടുക്കണം. നീ ഇനി പോകേണ്ടത് കുംഭമേളയിലേക്കാണ്. കാരണം കുംഭമേളയിൽ പങ്കെടുക്കാൻ വരുന്ന കോടാനുകോടി ആൾക്കാരെ നശിപ്പിക്കലാണ് ഇനി മഹാവീറിന്റെ ഉദ്ദേശം. അതിനായിട്ടുള്ള പദ്ധതി മഹാവീർ നേരത്തെ തുടങ്ങിയായിരുന്നു. കാരണം അവിടെ വരുന്ന എല്ലാവർക്കും ഇതുപോലെയുള്ള കങ്കണങ്ങൾ അവൻ വെറുതെ നൽകുന്നുണ്ടായിരുന്നു. അതുപോലെ യോഗി മറ്റൊരു കാര്യം കൂടെ വേദയോട് പറയുന്നുണ്ട്, നീ വിചാരിക്കുന്നത് പോലെ നിന്റെ ശത്രു മഹാവീർ ലാമ അത്ര നിസാരനല്ല. 8 പുസ്തകങ്ങളുടെ ശക്തി ഇപ്പൊ അവന്റെ കയ്യിലുണ്ട്. അവൻ എല്ലാം കൊണ്ടും തയ്യാറായിരിക്കുകയാണ്. പിന്നീട് എല്ലാം കൊണ്ടും തയ്യാറായ മഹാവീറിനെ കാണിക്കുന്നുണ്ട്. ഇതിനുശേഷം കാണിക്കുന്നത് സിദ്ധവനത്തിൽ പെട്ടുപോയ വിക്രമിനെയും അതുപോലെ തന്നെ സി എ അശോകിനെയാണ്. അപ്പൊ അശോക് വിക്രത്തിനെ നന്നായിട്ട് ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞതാ ഇവന്മാരുടെ പിന്നാലെ വരണ്ട, ഇത് നമ്മുടെ കീശയിൽ ഒതുങ്ങിയില്ലാന്ന്. ഈ നേരത്താണ് വിക്രത്തിന് ഒരു മെസ്സേജ് കിട്ടുന്നത്. അതായത് വേദ, അവന്റെ കൂടെയുള്ള ഒരു പെണ്ണായിട്ടുള്ള വിഭ, ദാസ്, വെങ്കി, ഇവര് 3 പേരെയും ഒരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് സ്പോട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സി ഐ അശോകിനെ നോക്കിയിട്ട് പറയണ, കണ്ടോ നമുക്കായിട്ട് കിട്ടാനുള്ളത് കിട്ടിക്കൊണ്ടേയിരിക്കും മോനെ, നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാന്നിട്ട് ഇവര് നേരെ സ്റ്റേഷനിലേക്ക് പോവാണ്. അതായത് കുംഭമേളയിലേക്ക് പോകാൻ നിൽക്കുന്ന വേദ, വിഭ, ദാസ്, വെങ്കി, ഇവർ 4 പേരെയും പിന്നീട് സി ഐ അശോകും വിക്രമും അറസ്റ്റ് ചെയ്യാണ്. എന്നാൽ ആ നേരത്ത് വേദ പരമാവധി പറയാൻ ശ്രമിക്കുന്നുണ്ട്, അതായത് സാറേ ഞങ്ങൾ വിടണം, കാരണം ഒരുപാട് ആൾക്കാർ മരിക്കാൻ പോവാണ്, ഒരു വലിയ ദുരന്തത്തെ ഞങ്ങൾക്ക് തടുക്കണം എന്ന് പറയണം. എന്നാൽ ഇതൊന്നും വിക്രം കേൾക്കുന്നില്ല കേട്ടോ. എന്തായാലും നിങ്ങൾ അറസ്റ്റ് ചെയ്ത് ഞാൻ ഇന്ന് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും തന്നെ പറയാണ്. പിന്നീട് ആ ഒരു ട്രെയിനിലേക്ക് അവരെ കയറ്റുകയാണ് കേട്ടോ. അതായത് സാധാരണ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ബോഗി ആയിരുന്നില്ല, ഓപ്പൺ സ്പേസ് ആണ്. എന്തായാലും വേദയെ വിലങ്ങണിയിച്ച് അവിടെ നിർത്തിയിരിക്കുകയാണ്. അവന്റെ കയ്യിൽ ഇപ്പൊ ആയുധില്ല. ഇതേ നേരം തന്നെ ഈ ട്രെയിൻ മുന്നോട്ടേക്ക് പോകുമ്പോൾ അതിന്റെ ഒരു ഘട്ടത്തിൽ വെച്ച് അവനെ തടയാനായിട്ട് മഹാവീറും അയാളുടെ ആൾക്കാരും കൂടെ തയ്യാറായി നിൽക്കുകയാണ്. മാത്രമല്ല അവിടെ വെച്ച് മഹാവീർ അവന്റെ ആ ഒരു കാലബോധി എന്ന് പറഞ്ഞ മന്ത്രം ഉപയോഗിക്കുകയാണ് കേട്ടോ. അത് പിന്നീട് നേരെ ചെന്ന് പതിക്കുന്നത് കുംഭമേളയിലെ ആളുകളുടെ ദേഹത്താണ്. ആ ദുർമന്ത്രവാദം കാരണം ഓരോ ആൾക്കാരും കിടന്ന് പെടയാൻ തുടങ്ങുകയാണ്. അധികം വൈകാതെ ഇവരെല്ലാവരും മരിക്കും. ഈ സമയത്താണ് ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുന്ന വേദയെ കൊല്ലാനും അതുപോലെ തന്നെ മിറായി വീണ്ടെടുക്കാനുമായിട്ട് മഹാവീറിന്റെ ആൾക്കാർ അങ്ങോട്ടേക്ക് വരുന്നത്. ട്രെയിനിന്റെ മുകളിലേക്ക് മലയുടെ മുകളിൽ നിന്നും ഓരോരുത്തരായിട്ട് എടുത്തു ചാടുകയാണ്. ഇത് കണ്ടപ്പോൾ തന്നെ വിക്രത്തിനും അയാളുടെ ടീമിനും ഒരു കാര്യം മനസ്സിലായി, ഇത് ഇവരെ കൊണ്ട് കൂട്ടിയാ കൂടുതലെന്ന്. പെട്ടെന്ന് തന്നെ വേദയുടെ ആ ഒരു വിലങ്ങ് ഇവർ അഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇതിനുശേഷം പിന്നെ പറയണ്ടല്ലോ, ആ ആയുധം മിറായി വെച്ച് വന്ന എല്ലാത്തിനെയും അടിച്ച് ഓടിപ്പിക്കുകയാണ് വേദ. എന്നാൽ ഈ വരുന്ന ട്രെയിനിനെ തകർക്കാനായിട്ട് കുറച്ചധികം മുന്നിലായിട്ട് ഒരു വലിയ പാലുണ്ടായിരുന്നു. ആ പാലത്തിനെ മഹാവീർ അവന്റെ കയ്യിലുണ്ടായിരുന്ന ശ്രദ്ധയന്ത്രം കൊണ്ട് തകർത്ത് കളയാണ്. ഈ കാര്യം കുറെ അകലെ നിന്നും വേദ കാണുന്നുണ്ട്. എങ്ങനെയെങ്കിലും ട്രെയിനിനെ നിർത്തിയിട്ടില്ലെങ്കിൽ ആ കുഴിയിലേക്ക് ട്രെയിൻ ചെന്ന് ചാടും. അപ്പൊ അതിനായിട്ട് വേദ അവന്റെ ആ ആയുധമുണ്ടല്ലോ മിറായി ഉപയോഗിക്കുകയാണ്. നിലത്ത് കുത്തിപ്പിടിച്ച് ഈ ട്രെയിനിന്റെ വേഗതയെ പരമാവധി അവൻ കുറയ്ക്കാൻ നോക്കുന്നുണ്ട്. മാത്രമല്ല ഇതിന്റെ ബ്രേക്കൊന്നും കാണുന്നില്ല, ഇതല്ലാതെ മറ്റൊരു വഴിയില്ല. അങ്ങനെ ഒരുപാട് റിസ്ക് എടുത്തുകൊണ്ട് അവന്റെ പരമാവധി ശക്തി ഉപയോഗിച്ചുകൊണ്ട് അവസാനം ആ ഒരു കുഴിയുടെ അടുത്തെത്താനായപ്പോൾ ആ ഒരു ട്രെയിനിനെ അവൻ സ്റ്റോപ്പ് ചെയ്യാണ്. പിന്നീട് ആ ട്രെയിനിന്റെ മുകളിൽ നിന്നും അവൻ താഴേക്ക് ചാടി ഇറങ്ങുകയാണ് കേട്ടോ. അതായത് അവൻ ഇത്രയും നാൾ തേടി വന്ന അവന്റെ ശത്രു അപ്പൊ അവന്റെ മുന്നിൽ തന്നെയുണ്ട്, മറ്റാരുമല്ല മഹാവീർ ലാമ. പിന്നീട് അവിടെ വെച്ച് രണ്ടാളും അവരുടെ പോരാട്ടം തുടങ്ങുകയാണ്. ഇതേ നേരം കയ്യിലുണ്ടായിരുന്ന 2 ആയുധങ്ങളും വീണു പോകുന്നുണ്ട്. വേദയുടെ കയ്യിൽ മഹാവീറിന്റെ ആ ഒരു ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള വാള കിട്ടുന്നത്, അതുപോലെ തന്നെ മഹാവീറിന്റെ കയ്യിൽ വേദയുടെ മിറായും. പിന്നീട് മിറായി മഹാവീർ ഉപയോഗിക്കാൻ നോക്കുമ്പോൾ വേദ പറയാണ്, നിന്നെപ്പോലെ ഒരുത്തിന് അത് ഉപയോഗിക്കാൻ കഴിയില്ല. എന്നിരുന്നാലും പവർഫുൾ ആയിട്ടുള്ള ആ വടി കൊണ്ട് ഇപ്പൊ മഹാവീർ വേദയെ തോൽപ്പിക്കുകയാണ്. പിന്നീട് ആ ഒരു വടിയെയും അതുപോലെ തന്നെ വേദയും ആ പാലത്തിന്റെ മുകളിൽ നിന്നും ചവിട്ടി താഴേക്ക് ഇടുകയാണ് കേട്ടോ. ശരിക്കും ഇത് കണ്ട വിഭയും ബാക്കിയുള്ള എല്ലാവരും ആകെ ഞെട്ടിപ്പോവാണ്. എന്നാൽ അതേ സമയത്താണ് അങ്ങോട്ടേക്ക് മറ്റൊരാൾ പാറി വരുന്നത്, സമ്പാദി എന്ന ആ ഒരു കഴുകൻ. അവിടുന്ന് വേദയെ രക്ഷപ്പെടുത്തിക്കൊണ്ട് നേരെ താഴേക്ക് ഇറങ്ങുകയാണ്. എന്നാൽ അങ്ങോട്ടേക്ക് മാറി വരുന്നുണ്ട് മഹാവീർ വരികയാണ്. അവിടുന്നും അവർ രണ്ടുപേരും പോരാടാൻ തുടങ്ങുകയാണ്. ഇത്തവണ വേദ ശക്തമായിട്ട് തന്നെ പോരാടുകയാണോ? ഈ നേരത്താണ് ഈ പോരാട്ടത്തിനിടയിൽ മഹാവീർ ഒരു കാര്യം കാണുന്നത്. അതായത് അവൻ തേടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പുസ്തകം അത് ആരുടെ കയ്യിലുണ്ട്? വിഭയുടെ കയ്യിലുണ്ട്. അവന്റെ ശക്തിയിലൂടെ ആ ഒരു പുസ്തകം അവൻ കൈക്കലാക്കുകയാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള 8 പുസ്തകവും ഇപ്പൊ നിലവിൽ അവന്റെ കയ്യിലുണ്ട്. പിന്നീട് ആ ഒരു 9 പുസ്തകത്തിനെയും ഒരു പ്രത്യേക രീതിയിൽ വെച്ചുകൊണ്ട് 9ാമത്തെ പുസ്തകത്തിന്റെ ആ അമരശക്തിയും കൂടെ അവൻ എടുക്കുകയാണ്. അതായത് എല്ലാവരും ഭയന്നതുപോലെ തന്നെ ആ വലിയ തിന്മ ഈ 9 ബുക്കിന്റെയും ശക്തിയെ ഉള്ളിലേക്ക് ആവാഹിച്ചു കഴിഞ്ഞു. ഇനി അവനെ തടുക്കാനായിട്ട് ആർക്കും കഴിയില്ല, ദൈവതുല്യമായ ശക്തി അവൻ നേടിക്കഴിഞ്ഞു എന്നൊക്കെ വിചാരിച്ച് അവൻ ആ സന്തോഷത്തിൽ അട്ടഹസിക്കുകയാണ്. അതുപോലെ കുംഭമേളയിൽപ്പെട്ട ഒരുപാട് ആൾക്കാർ മരിക്കാനും പോവുകയാണ്. കാരണം അവരെല്ലാവരും മഹാവീറിന്റെ ആ വലിയ താന്ത്രിക വിദ്യയിൽ പെട്ടുകിടക്കുകയാണല്ലോ, കാലഭൂതിയിൽ. അതുപോലെ തന്നെ അജയ്യനായ മഹാവീറിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വേദ ഇപ്പൊ തെറിച്ചുപോയി വീഴുകയാണ്. ഈ സമയത്ത് വേദ വിചാരിക്കുകയാണ്, ഇവിടെ ഈ പോരാട്ടത്തിൽ ജയിക്കാനല്ല നോക്കേണ്ടത്, അവിടെ ഒരുപാട് ആൾക്കാർ മരിക്കാൻ നിൽക്കുകയാണ്, അവരെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. അതുകൊണ്ട് തന്നെ മഹാവീർ ഉണ്ടാക്കിയ പേരാലിന്റെ ആ ഒരു കങ്കണം കയ്യിലെടുത്തുകൊണ്ട് അവൻ യാഗം ആരംഭിക്കുകയാണ്. അതായത് അവന്റെ അമ്മ ചെയ്തതുപോലെ തന്നെ ആ യാഗം ആരംഭിച്ച് കാലബോധിയെ നശിപ്പിച്ചു കളയുമ്പോൾ അത് ചെയ്യുന്ന
ആളുടെ ദേഹം മുഴുവൻ തീ പടരും, അഗ്നിയിൽ ഇല്ലാതാകും. എന്നാൽ ഈ കാര്യം നേരത്തെ തന്നെ മനസ്സിലാക്കിയ അംബിക അന്ന് അഗസ്ത്യമുനിയോട് ചോദിച്ചായിരുന്നു, അതായത് ഈ പോരാട്ടത്തിൽ എന്റെ മകൻ മരിച്ചു കഴിഞ്ഞാലോ. ആ നേരം അഗസ്ത്യമുനി ഒരു കാര്യം പറഞ്ഞായിരുന്നു, അതായത് ഇത്രയും ജനങ്ങൾക്ക് വേണ്ടി അവനെ ത്യാഗം ചെയ്യുന്ന സമയത്ത് ഈ പ്രകൃതി തന്നെ അവന്റെ കൂടെ നിൽക്കുന്നു. അതായത് ഇപ്പൊ വേദ ആ യാഗം ചെയ്യുന്ന സമയത്ത് അവന്റെ ദേഹം പതിയെ പതിയെ കത്താൻ ആരംഭിച്ചിരുന്നു. അതുപോലെ തന്നെ കാലബോധി ആ ഒരു കുടുക്കിൽ പെട്ടുകിടക്കുന്ന എല്ലാ ജനങ്ങളും രക്ഷപ്പെടുന്നുണ്ട്. എന്നാൽ ഇവിടെ വേദ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നേരത്താണ് ശക്തമായ ഒരു മഴ പെയ്യുന്നത്. ആ യാഗത്തിലൂടെ അവന്റെ ദേഹത്ത് ആളി പടരാൻ നിന്ന് ആ ഒരു തീ അണഞ്ഞു പോവാണ്. അതായത് വേദ മരിച്ചില്ല. മാത്രമല്ല വേദ ഇപ്പൊ ധ്യാനം ചെയ്ത ആ ഒരു കല്ലുണ്ടല്ലോ, പണ്ട് ശ്രീരാമൻ ധ്യാനം ചെയ്ത കല്ലായിരുന്നു. അതുപോലെ അഗസ്ത്യമുനി അന്ന് പറഞ്ഞ ഒരു കാര്യം കൂടെ നമ്മൾ കേൾപ്പിക്കുന്നുണ്ട്. അതായത് എല്ലാം നശിപ്പിക്കാനായിട്ട് ഒരു അന്ധകാരം ജനിക്കുന്ന സമയത്ത്, അജയ്യനായ ഒരു ചെകുത്താൻ ഈ ലോകത്തിലേക്ക് വരുന്ന സമയത്ത് അവനെ തകർക്കാനായിട്ട് സാക്ഷാൽ ശ്രീരാമൻ തന്നെ ഇവിടെ അവതരിക്കും. ഇപ്പൊ വേദ ധ്യാനം ചെയ്തത് എവിടെയാണ്? ശ്രീരാമൻ ധ്യാനം ചെയ്ത ആ ഒരു കല്ലിന്റെ അടുത്താണ്. അതുപോലെ തന്നെ അവന്റെ കയ്യിലുള്ള ആ ഒരു മിറായി, അത് വെറും ഒരു വടി ആയിരുന്നില്ല, അത് ശ്രീരാമന്റെ കയ്യിലുണ്ടായിരുന്ന അമ്പായിരുന്നു. പവർഫുൾ ആയിട്ടുള്ള ആ അമ്പ് ഇവിടെ വെച്ച് പൂർണ്ണമായിട്ടും ആ വടി ആ അമ്പായിട്ട് രൂപം മാറുകയാണ്. ഇനി ഇതിനെ തടുക്കാനായിട്ട് ഇനി എത്ര ശക്തിശാലിയായാലും മഹാവീരനെ കൊണ്ട് കഴിയില്ല. എന്നാലും അഹങ്കാരത്തിൽ ആ വാളും പിടിച്ച് അവൻ അവിടെ നിൽക്കുകയാണ്. ഇതേ നേരം അവന് നേരെ ആ അമ്പ് വേദ ചൂണ്ടുകയാണ്. ആ സമയത്ത് വേദ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതാണ് ചരിത്രം, ഇതാണ് ഭാവി, ഇതാണ് മിറായ്. അതായത് ശ്രീരാമൻ രാക്ഷസ കൂട്ടങ്ങളെ വധിക്കുന്നത് പോലെ തന്നെ വേദ ഇപ്പോ മഹാവീരനെ അവിടെ വെച്ച് ഇല്ലാതാക്കുകയാണ്, ഭസ്മമാക്കി കളയാണ്. ഇതോടുകൂടി പൂർണ്ണമായിട്ടും കുംഭമേളയിൽ പെട്ടുകിടക്കുന്ന, കാലബോധിയിൽ പെട്ടുകിടക്കുന്ന എല്ലാ ആൾക്കാരും പൂർണ്ണമായിട്ടും അതിൽ നിന്നും രക്ഷപ്പെട്ടു. വർഷങ്ങളായി 9 പുസ്തകങ്ങളെയും അടക്കി വാഴാൻ വന്ന ആ രാക്ഷസ തിന്മയെ തന്നെ ഈ വേദ ഇല്ലാതാക്കി. ഇത് കാണിച്ച് സിനിമ ഇവിടെ തീരുകയാണ്. അപ്പൊ ഈ ഒരു സിനിമ എങ്ങനെയാ, നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായാൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.